വെൽക്കം ടു വിറ്റോക്സ്. ആളുകളുടെ കമന്റ്സ് ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വി ആർ എൻജോയിങ് ദാറ്റ്. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റിയാണ്. നമ്മൾ സ്കൂൾ സ്റ്റോറീസ് പറയാന്ന് വിചാരിച്ചപ്പം സ്കൂൾ സ്റ്റോറീസ് പറഞ്ഞു ചിലപ്പോൾ ഒരുപാട് ആംഗിൾ എന്ന് വിചാരിച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങിന് തുടങ്ങാം. ഓർഡർ അനുസരിച്ച് കുറെ പറഞ്ഞു നോക്കാം. എന്നിട്ട് ചിലപ്പോ നമ്മൾ തിരിക്കും. കഥ ഒരുപാട് വരുവാണെങ്കിൽ LP, UP 4 എപ്പിസോഡായിട്ട് നമ്മള് ഹയർ സെക്കൻഡറി വരെ. കോളേജ് പറഞ്ഞ ആർക്കും ഉണ്ടല്ലോ, ഞാൻ കോളേജ് ആരും പോയിട്ടില്ലല്ലോ. അങ്ങനെ പറയരുത്. കോളേജിലും അവന് അതിന്റെ തന്നെ വേറെ 2 എപ്പിസോഡ് ചെയ്യാം. അത് തന്നെ. ദീപകിനാണെങ്കിൽ ട്യൂഷൻ ക്ലാസ് വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാം. എനിക്ക് ട്യൂഷൻ ക്ലാസ് എപ്പിസോഡാണ്. ഞാനാണെങ്കിൽ 6ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ട് ട്യൂഷന് പോകുമായിരുന്നു. 6ാം ക്ലാസ് തുടങ്ങിയിട്ട് 6ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ട്യൂഷൻ, പറ്റുന്ന എല്ലാത്തിനും ട്യൂഷൻ. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എന്തിനാ ട്യൂഷന് പോകുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മളെ സ്കൂൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്നാത്തിനാ? നീ ട്യൂഷൻ തന്നെ പോയിട്ടില്ലല്ലോ? ഞാൻ ട്യൂഷന് പോയിട്ടേ ഇല്ല ഇതുവരെ. സത്യം എനിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പക്ഷെ വേറെ പർപ്പസിന് അത് ആവശ്യം കോ-കരിക്കുലർ ആക്ടിവിറ്റീസിന് ട്യൂഷൻ പോകാം. പക്ഷെ നമ്മൾ സ്കൂളിൽ ഒരു പർട്ടിക്കുലർ സമയം മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ട് അവിടെ ഓരോ വിഷയം പഠിപ്പിക്കുക, ഓരോ അധ്യാപകരെയും വെച്ചിട്ട് പിന്നെ ഇത് കുണയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ ട്യൂഷൻ പോകണം. നമുക്ക് അവിടെ ഭയങ്കര തിരുവനന്തപുരത്ത് ഭയങ്കര ഹൈ ഡിമാൻഡ് ഉള്ള ട്യൂഷൻ സാറന്മാരും ടീച്ചർമാരും ഉണ്ട്. 11ഉം 12ലും ചില മാത്സ് ട്യൂഷൻ സാറന്മാരൊക്കെ 95ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അവർ അഡ്മിഷൻ തരുള്ളൂ. പിന്നെ 5 മാർക്ക് മേടിക്കാൻ വേണ്ടി അങ്ങനെ ഭയങ്കര അവര് പഠിപ്പിച്ച് 96 ആക്കുവോ അതോ 94 ആക്കുവോ? ഇല്ല, അവിടെ അങ്ങനെയാണ് പറയണത്. അപ്പൊ പറയും മാർക്ക് കുറവാണെങ്കിൽ പിന്നെ എന്തൊരു ലോജിക് ഇല്ലാത്തവര്. പിന്നെ നമ്മുടെ അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ പുള്ളി ഭയങ്കര ക്രൂവൽ മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭയങ്കര. അപ്പം ഈ വീട്ടുകാർക്കൊരു പ്രശ്നം ഉണ്ടല്ലോ. കോഴിയായിരുന്നു ഇതെന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ നമ്മുടെ അടുത്തൊരു ഏരിയയിൽ ഈ പുള്ളിയുടെ ട്യൂഷൻ സെന്റർ ഭയങ്കര പോപ്പുലറാണ്. അപ്പൊ ബാക്കി അവിടെ പോയി പഠിച്ച പിള്ളേരുടെ പ്രോഗ്രസ് കാർഡിലൊക്കെ ഡെവലപ്മെന്റ് കാണുന്നത് കണ്ടപ്പോ ഈ ഇത് വീട്ടുകാർ തമ്മിൽ ഇതാവുന്ന ടൈംസ് അവരാണ്. നമ്മുടെ കൂട്ടുകാരനൊക്കെ അവിടെ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കും പ്രശ്നമാണ്. ഇപ്പൊ അവര് പോയി പഠിക്കുന്നു. അപ്പൊ നമ്മളിനി അവിടെ പോവാത്തോണ്ട് മോശമായി പോകുന്നിടത്ത് ആ ഒരു എന്താ പറയുക, ഈ ഒരു നമ്മൾ ആ ഒരു ഇതിലാണ് ട്യൂഷന് പോകുന്നത്. ഉണ്ടായ ആ ഒരു പേര് കൊണ്ടാണ് ഇങ്ങനെ ട്യൂഷൻ അതിന്റെ ഒരു കുറവ് വേണ്ട. അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് ട്യൂഷൻ. ഞാനാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് പഠിക്കും, സ്വന്തം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ട്യൂഷന് പോകുന്നത് തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു സ്കൂളിൽ പോയിട്ട് പിന്നെയും ട്യൂഷന് പോയി എന്തിന് ജീവിതത്തിൽ എത്ര സമയം സിറ്റിയിലുള്ള ഇപ്പോഴത്തെ പാരന്റ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ പിള്ളേരെ എത്രത്തോളം ബിസി ആക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ബിസി ആക്കി വെക്കണം. അതുപോലെ എനിക്ക് ഇങ്ങനെ രാവിലെ അവർക്ക് ഫ്രീ ആവണമെങ്കിൽ അവര് പിള്ളേരെ ഏതെങ്കിലും ക്ലാസ്സിന് വിടുക. അതായത് പിള്ളേർക്ക് പഠിക്കണം എന്നുള്ളത് മാത്രമല്ല, അത്ര സമയം അവർക്കും കുറച്ച് ചില്ലിയ നടക്കാം. നമ്മുടെ അവിടെ നിന്ന് അത്രയും പ്രശ്നമില്ല. നമ്മുടെ പ്രോഗ്രസിന് പറയുന്നത് വീട്ടില് 2 പേരും വർക്ക് ചെയ്യണവര്, വീട്ടിലെ പിള്ളേരെ നോക്കാൻ, അതായത് പിള്ളേര് തിരിച്ചു വരുമ്പോ വീട്ടിൽ ആരും ഇല്ലാത്ത സെറ്റപ്പില് അവര് ആ വീട്ടിലിരുന്ന് പഠിക്കേണ്ട നേരം ട്യൂഷൻ സെന്ററിൽ ഇരുന്നോട്ടെ. സിറ്റിയിൽ അങ്ങനെ തന്നെയാണല്ലോ. സിറ്റിയിൽ ജീവിക്കണമെങ്കിൽ നീ 6ാം ക്ലാസ്സിൽ ട്യൂഷന് പോയിട്ടുണ്ട്? ഞാൻ ഞാൻ 6 പഠിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാതെ തന്നെ വീട്ടുകാർ നിർബന്ധിച്ച് അവിടെ കൊണ്ട് വിട്ടു. ഈ പുള്ളിക്കാരൻ അതാണ് അതിന് 3 വിഷയം പഠിപ്പിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെന്ന് തോന്നുന്നുണ്ട് 3 അപ്പൊ ഈ 3 മാത്രമേ ഉള്ളൂ. 30 രൂപ ഒരു വിഷയത്തിന് 90 രൂപയുടെ ഫീസ് ഒരു മാസം. അപ്പൊ അത്രയും അതുകൂടെ കൊണ്ടാന്ന് പല ബാച്ചുണ്ട് ഇങ്ങനെ പിള്ളേര്. അപ്പൊ പുള്ളി പറഞ്ഞ ഭയങ്കര തല്ലി അങ്ങനെയൊക്കെ പഠിപ്പിക്കും. അപ്പൊ എന്റെ ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മറ്റേ മാനേജ്മെന്റ് പൈസ കൊടുത്തുന്നത് കയറിയ പുള്ളി പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വായിക്കും. ടെക്സ്റ്റിനകത്ത് ലേബറിന്റെ ഉണ്ട്. എന്നിട്ട് ഇംഗ്ലീഷ് വായിച്ചിട്ട് നേരെ അതിന്റെ മലയാളം പറയും. അപ്പൊ നമ്മള് ആൾക്കാർ പുള്ളി വിചാരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു പുള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പുള്ളി സബ്ടൈറ്റിൽസ് ഇട്ട് പഠിപ്പിക്കണം. പിള്ളേര് ഫുള്ള് ലേബറിന്റെ വെച്ച് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇതേ സാധനം തന്നെ പുള്ളി അകത്ത് വെച്ച് ഇത് വായിക്കണം. നമുക്ക് പിന്നെ ഇത് വീട്ടിൽ പോയി വായിച്ചാൽ പോരി എന്നൊക്കെ ആ പരിപാടിയാണ്. പിന്നെ സാറിന്റെ ഒരു കോമഡി ഉണ്ട്. പുള്ളി ഇതൊരു വിഗാണ്. പുള്ളി ഇടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാറ്റൊക്കെ അടിയുമ്പോൾ ടെൻഷനാവും. അപ്പൊ പുള്ളി ഇങ്ങനെ അറിയാത്ത, ഇതെല്ലാവർക്കും അറിയാം ഇത് വിഗാണെന്ന്, പക്ഷെ പുള്ളി വിചാരിച്ചേക്കും നമുക്ക് ഇതും അറിയത്തില്ലെന്നാ. വിഗാണെന്നുള്ളത് പോലും അറിയത്തില്ലെന്നാണ് പുള്ളി. എന്നിട്ട് നൈസായിട്ട് കഥകിന്റെ ബാക്കിൽ പോകും സാർ ഇടയ്ക്ക്. എന്നിട്ടാണ് ബാക്കി പഠിപ്പിക്കുകയും ചെയ്തത്. പുള്ളിയുടെ കുറെ ക്രേസി പരിപാടിയുണ്ട്. അപ്പം ഇതുപോലെ അപ്പൊ ഈ ട്യൂഷൻ സെന്ററിൽ ഇതുപോലെ നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരന് ഇതേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ പുള്ളി ലേബറിന്റെ വെച്ച് പുള്ളിയും പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഹോംവർക്ക് ഒക്കെ ഇട്ട് ചുമ്മാ ഭയങ്കരമായിട്ട് ആ ഒരു പണിയെടുപ്പിക്കൽ പ്രോസസ്സ് നടക്കുന്നുള്ളൂ. പുള്ളി ലേബറിന്റെ തന്നെ. പക്ഷെ വീട്ടുകാർക്ക് ഇത് പറഞ്ഞ വീട്ടുകാരിക്കും നമ്മൾ പോകാൻ മടിയാണ്ട് ചുമ്മാ പറയുന്നത് നിർബന്ധിച്ചു.
പുള്ളി അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിക്കുക ഭയങ്കരമായിട്ട് കീഴ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ പഠിക്കുന്നതുകൊണ്ടും എനിക്ക് പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ അബ്യൂസസ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ അതിന് വഴി ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഈ പറഞ്ഞ ഇഷ്ടമല്ലെങ്കിൽ അവിടെ പോയി പഠിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ പുള്ളിക്ക് എന്നെ തല്ലാനും വിചാരമൊന്നും പറ്റുന്നേ ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം എന്തോ ലേറ്റ് ആയിട്ട് ചെന്നപ്പോൾ ഓക്കെ അത് പണ്ടേ ഉണ്ട്. അത് ലേറ്റ് ആയിട്ട് ചെന്നപ്പോൾ ഇതുപോലെ പുള്ളി എന്നെ വിളിച്ചിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ എന്തോ അപ്പം ഞാൻ ഫീസ് അപ്പം ഞാൻ നമ്പറിട്ട് അന്ന് തന്നെ ഫീസ് കൊടുത്തു ലേറ്റ് ആയിട്ട്. അപ്പോൾ ഒന്നും അറിയില്ല. അതല്ലേ ഒരു സാധനത്തിന് മറു സാധനം സെറ്റ് ചെയ്തിട്ട് ഫീസ് തന്നില്ലേ, അപ്പൊ നാളെ ലേറ്റ് ആയിട്ട് പോവാം. അപ്പോൾ ഫീസായിട്ടൊക്കെ പോയിട്ട് കൊടുത്തിട്ട് അപ്പോൾ പുള്ളി എന്താണ് തന്നെ. അപ്പം പുള്ളി ബാക്കി എല്ലാവരും ഇതുപോലെ ലൈനായിട്ട് കിഴിക്കിട്ടൊക്കെ നിൽക്കും. അപ്പോഴേ അപ്പം എന്നെ ഞാനിതുപോലെ ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് അറിയാം. അപ്പം എന്നെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി ഇതിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക. അപ്പോൾ എന്നോട് ഇതുപോലെ സംസാരിച്ചെന്ന് പറഞ്ഞു, എന്നാലും പഠിക്കുന്നു അപ്പം നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കുന്നുണ്ടല്ലോ പറഞ്ഞു. അങ്ങനെയല്ല, അപ്പം എൻ്റെ അമ്മമ്മ നമ്മൾ ആക്ച്വലി എന്തോ ചെറിയ ഡിസ്റ്റൻസ് റിലേഷൻ പോലെ എന്തോ ഉണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മമ്മയുടെ ഒരു സുഭദ്രാമ എന്നാണ്. സുഭദ്രാമ ഇല്ലെങ്കിൽ അതിലെ പോകുമ്പോൾ എന്നോട് ചോദിക്കും, നീ എൻ്റെ കൊച്ചിനെ വിട്ടിട്ട് പഠിപ്പിച്ചില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചൊരൊറ്റ കിഴക്ക് എൻ്റെ കണ്ണിൽ നിന്ന് പീച്ച പറന്ന്. ഞാൻ അവിടുത്തെ ഒരു ആവശ്യമില്ല അതിനെ പിടിച്ച് കിഴക്കി ഞാൻ ലോസ്റ്റായിപ്പോയി. എനിക്ക് കലിപ്പായിട്ട് അപ്പോൾ അന്നൊരു വിധത്തിൽ എങ്ങനെ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മേലെ എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞില്ല, ഞാൻ ഇനി പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ല. എന്നിട്ട് വീട്ടുകാർ പിന്നെ പണ്ടങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല, അധികം അങ്ങനെ നിർബന്ധിക്കാറില്ല. എന്നിട്ട് 2 ദിവസമായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് കൂട്ടുകാരനുണ്ട്, ഈ അവൻ പറ്റ പുള്ളിയുടെ പെറ്റ് പോലാണ് ഇവളെ. അപ്പോൾ പുള്ളി അവനോട് ചോദിച്ചതുപോലെ ഞാൻ എന്താണ് വരാത്തതെന്ന്. അപ്പോൾ അവനോട് എന്നോട് സോറി ചോദിച്ചായിരുന്നു, നീ എന്താണ് ഇപ്പോൾ അങ്ങോട്ട് വരാത്തതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ പട്ടി വരും അങ്ങോട്ട് കോപ്പ് എന്നോട് പോയി പറഞ്ഞേക്ക്, ഇനി ഞാനങ്ങ് വരില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ ഇച്ചിരി മാസം കയറ്റി അടിച്ചതാണ്. ഇവനും അതുപോലെ അവിടെ പോയി പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചു സാർ. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവൻ്റെ പട്ടി വരുന്നു. അയാൾ പിന്നെ എന്നെ റോഡിൽ വെച്ച് കണ്ടിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കഴിയുമ്പോൾ ആക്സിഡൻ്റലി കണ്ടതാണ്. ഇവിടെ ഭയങ്കര കലിപ്പൊക്കെ ഇട്ട് എന്നെ നോക്കും. അപ്പം ഞാൻ പണ്ടേ ഭയങ്കര സെൻസിറ്റീവ്. അപ്പം അങ്ങനെ ഇവരെന്തിനാണ് ഈ കൊച്ചു പിള്ളേരുടെ തീ കോടിക്കുന്നത്? അല്ല, എന്നിട്ട് ഈ പുള്ളിയാണ് അവിടെ അടുത്തൊരു അമ്പലത്തിന് മാനേജ്മെന്റ് പരിപാടി വരെ നോക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് അത്ര വർഷത്തേക്ക് പിന്നെ അമ്പലത്തിൽ പോലും പോയി, കാരണം പോയിട്ട് രസീതൊക്കെ എടുത്ത് ഇയാളാകത്തിരിക്കുന്നത്. അപ്പൊ പുള്ളി കലിപ്പാവുക ഭയങ്കരമായിട്ട്. വെറുതെ നമ്മളെ ഇങ്ങനെ എനിക്ക് പുള്ളിയെ പിന്നെ ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സെറ്റപ്പിലോട്ട് വന്നിട്ട് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്കകത്തൊക്കെ മറ്റേ പമ്പർച്ചിലൊക്കെ ചെയ്ത് പറഞ്ഞ ആളായിട്ട് എൻ്റെ ഏതോ ഒരു കസിൻ പറഞ്ഞു ഈ പുള്ളിയെ കണ്ടപ്പോഴത്തേക്കും പുള്ളി നിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു നീ പിന്നെ നീ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറാണെന്ന് പറഞ്ഞു. ഞാനോ പിന്നെ നീ എല്ലാ എപ്പിസോഡിനും പോകുന്നതിന് പിന്നെ പുള്ളിയോട് പറയാറുണ്ട് നീ ഇതൊക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്, നിങ്ങൾ ചാറ്റൊക്കെ ചെയ്യാറുള്ളത്. എന്നുവെച്ചാൽ നമ്മളൊന്ന് ഭയങ്കര ക്ലോസ് ആണെന്ന് പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത്. ഞാൻ പുള്ളി പിന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഭയങ്കര കൊച്ചിലെ അത് ഭയങ്കര ചില പാരന്റ്സ് പിള്ളേരെ കൊണ്ടുപോയി ട്യൂഷന് ചേർക്കുന്നത് തന്നെ അവർക്ക് അടിക്കാൻ പറ്റാത്ത, കാരണം അങ്ങനെ പോയി ആ പാരന്റ്സ് ട്യൂഷൻ സാറന്മാരുടെ USP എന്ന് പറയുന്നത് അടിയാണ്. നമ്മുടെ ടൈമിലാണ് വീട്ടിൽ ചെന്നിട്ട് അല്ല ഒരു പേരൻസ് മറ്റേ ടീച്ചർ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ അല്ലെങ്കിൽ അപ്പം ഫോണാണ് ചെന്ന് പറഞ്ഞു കൊടുത്തു ടീച്ചറെ നല്ലത് ഇവിടെ പറ്റുന്നത് നിങ്ങളും കൊടുത്തോ, വീട്ടിൽ വരുമ്പോ ഞങ്ങളും കൊടുത്തോളാം. അടിയുടെ ഒരു ബഹളമായിരുന്നു. ഇപ്പോഴൊക്കെ എന്ത് മാറിയല്ലേ. അയ്യോ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. എന്റെ കസിൻസ് പറയുന്നത് പഠിപ്പിക്കാൻ അല്ല, വീട്ടുകാർ വന്നിട്ട് ആവശ്യമുള്ള ഒരു കാര്യത്തിന് കുട്ടീനെ ഒന്ന് ചീത്ത പറഞ്ഞാൽ പോലും വീട്ടുകാർ നിങ്ങൾ എന്തിനാ ചീത്ത പറയേണ്ട കാര്യം പറഞ്ഞ് മനസ്സിലാക്കല്ലോ. ഇന്ന് ഭയങ്കര ലോസും അങ്ങനെ വന്നല്ലോ, അത് കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ കുറെ ലോസ് ഉണ്ട്. അതുണ്ട്, അത് പണ്ടേ ഉള്ള ലോ തന്നെ. അല്ല അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയും ഭയങ്കര പ്രശ്നമാവുകയും ചെയ്തു. ആൾക്കാർക്ക് ടീച്ചേഴ്സിനും പേടിയാവുന്നില്ല. എനിക്ക് ഇപ്പോഴത്തെ സ്കൂളിലെ മറ്റേ ട്രെൻഡ് പോയിട്ടുണ്ട്. അതായത് എല്ലാ സ്കൂളിലും ഒരു ഗുണ്ടയുടെ പോലത്തെ പേരുണ്ടാവുള്ള ഒരു കണക്ക് ഭാഷ ഉണ്ടാവും. മറ്റേ PT സാറും അടിക്കാൻ മാത്രം, നമ്മുടെ PT സാറൊക്കെ അടിക്കാൻ വേണ്ടി മാത്രം. PT സാറിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ പീരീഡ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് PT ഒന്നും ഉണ്ടായിരുന്നു. പുള്ളി സ്റ്റൈലിലൊക്കെ അടിച്ചു, മറ്റേ പാന്റ് ഒക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അളവൊക്കെ നോക്കിയിട്ടൊക്കെ അടിക്കും. ഭയങ്കര ടെററാ കാണുമ്പോ തന്നെ. പിന്നെ ക്യൂ നിർത്തിയിട്ട് അടിക്കുന്നത് ഓരോരുത്തരും പറഞ്ഞിട്ട് പോകും. അപ്പൊ അവിടെ അടുത്ത നമ്മൾ മേടിക്കാൻ കൊടുക്കും കാണുന്ന നമ്മൾ ഈ ക്ലാസ്സിൽ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ആദ്യം പുള്ളി ഇത് മറ്റേ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. പുള്ളി ബോറടിക്കുമ്പോഴാണ് ചൂരിലായിട്ട് ഇറങ്ങും. എന്നിട്ട് വന്നിട്ട് ഡോർ ഇങ്ങനെ പതുങ്ങിയൊക്കെ എന്നിട്ട് പെട്ടെന്ന് അകത്തൊരു ഒറ്റ കഥ കടച്ചു കളയും. പിന്നെ ആർക്കും ഇറങ്ങി ഓടാൻ പറ്റുമല്ലോ. എന്നിട്ട് എല്ലാവരും നോക്കി നിന്നോന്ന് പറഞ്ഞിട്ട് അടിച്ചോണ്ടിരിക്കും.
ടു ടൈപ്സ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ആൾക്കാർക്കും നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഈ പറയുന്ന ടൈപ്പ് ഓഫ് അധ്യാപകർ, ഈഗോ കാണിക്കുന്ന അധ്യാപകർ, അടിക്കാൻ വേണ്ടി സ്പെഷ്യലൈസ് അധ്യാപകർ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര നമുക്ക് എടുത്തു പറയണമെന്ന് ക്യാരക്ടറിസ്റ്റിക് തോന്നുന്ന അധ്യാപകരുടെ ക്യാരക്ടറിസ്റ്റിക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അത് മറ്റേ ഫ്രണ്ടിന്റെ ക്യാരക്ടർ, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഉപകാരം ഇല്ലാത്ത സാധനം പറയുന്ന അതുപോലെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്. എനിക്ക് ഇതുപോലെ മട്ടൻ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇവനെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ ഒരു 6 പഠിക്കുമ്പോൾ നമ്മൾ 3 പേര് ഒരുമിച്ച് സൈക്കിളിലാണ് പോകുന്നത്. ഒരുത്തൻ ഒരു ആദ്യത്തെ പോയിന്റിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരും, ഞാൻ നടുക്കാവുള്ളത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത പോയിന്റിൽ പോയി അടുത്ത ഫ്രണ്ടിനെ എടുക്കും. നമ്മൾ 3 പേരോട് ഒരുമിച്ചാണ് പോകണേ. അപ്പോൾ ഇവൻ്റെ വീടിനടുത്തുനിന്ന് ഒരു പെങ്കൊച്ച് വരും. അപ്പോൾ ഇത് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ കൂട്ടുകാരന് ഈ കൊച്ചിനെ വിളിക്കാൻ താല്പര്യമുണ്ട്. അപ്പോഴത്തേക്കും അല്ല, ആക്ച്വലി എനിക്കാണ് താല്പര്യം, ഞാൻ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയതാ. ഇവനോട് ഞാൻ പറയുന്ന പോലെ അവിടുന്ന് ആളിറങ്ങുമ്പോഴത്തേക്കും ഒരു മറ്റേ കോഡ് തരണം എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മൾ മറ്റേ വിഷ്ണു അശ്വിൻ എന്ന് പറഞ്ഞ 2 കൂട്ടുകാരൻ, അശ്വിനോടാണ് കോഡ് പറയാൻ ഏൽപ്പിച്ചേക്കുന്നത്. വിഷ്ണു ഓവർ ബുദ്ധി. വിഷ്ണു ഇതുപോലെ മറ്റേ സാറ് അകത്ത് തരുന്ന കോംപ്ലിക്കേറ്റഡ് അങ്ങനെയല്ല. അപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞ് നമുക്ക് മറ്റേ എന്ത് കോഡ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കരുത്, പാസ്വേഡ് പോലെ നമുക്ക് റെയിൻ ഗോയവേ എന്ന് പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അവസാനം പറഞ്ഞ് നീ ഒന്നും പറയണ്ട, വിളിച്ചിട്ട് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും എന്താ വെച്ചാൽ ശരിക്കും അവൻ ഇറങ്ങി, ഞാൻ ഇറങ്ങി എന്ന് പറയും. അപ്പം സംഭവം ഇറങ്ങുന്നത് മറ്റേ പെങ്കൊച്ചാണ് ഇറങ്ങുന്നത്. ഇപ്പം ഇത് വിഷയം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ റെഡി ആവുന്ന സമയത്ത് ലാൻഡ് ഫോണാണല്ലോ, നമുക്ക് മൊബൈലില്ല ഇപ്പോൾ ആ സമയത്ത്. ലാൻഡ് ഫോണിൽ കോഡ് ഒന്ന് വേറെ ആരെങ്കിലും എടുത്താലും കോഡ് വെച്ച് പിടിക്കരുതല്ലോ, ഇത് പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ എപ്പോഴും ലേറ്റാ, കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചു അവിടെ നിന്ന് ആളിറങ്ങിയിട്ട് അവിടെ എൻ്റെ അച്ഛനെടുത്ത്. എന്നിട്ട് അച്ഛൻ എടുത്തിട്ട് ചോദിച്ചു, ഹലോ, ഞാൻ അങ്കിളെ അശ്വിനാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അശ്വിൻ എന്താ ഇത് വരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. രാവിലെ വിളിക്കും മാസം. നല്ലല്ല, ഞാൻ ഇറങ്ങി. അപ്പൊ അശ്വിൻ ഇറങ്ങിയോ? ഇല്ല ഞാൻ ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ ഇറങ്ങി. അവര് അല്ല, അവൻ വരുമ്പോഴേ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ അച്ഛൻ ചോദിച്ചു, അപ്പൊ അശ്വിൻ ശരിക്കും ഇറങ്ങുന്നില്ലേ? അല്ല, ഞാനിപ്പോ ഇറങ്ങുന്നില്ല, പക്ഷെ അവൻ വരുമ്പോ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അശ്വിൻ ഇപ്പൊ വരുന്നില്ല, പിന്നെ ഇതിൽ അവരോട് പറയുന്നത് അശ്വിൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. അല്ല, സംഭവം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും, പക്ഷെ ഞാൻ ഇറങ്ങി അവരോട് പറഞ്ഞാൽ മതി. മറ്റേ ജഗദീഷ് വൈബാണല്ലോ, എവിടെ താക്കോലിരിക്കുന്നുള്ളതാണ്. ഓട് വിട്ടൊരു പരിപാടിയില്ല, അതൊന്നും മാറ്റുന്നില്ല. അതിന് അച്ഛൻ വിളിച്ചിട്ട് അച്ഛൻ ഇറങ്ങി എന്ന് പറയുന്നു, ഞാൻ ഇറങ്ങി എന്ന് പറയാൻ പറഞ്ഞു എന്ന്. അപ്പോഴേ നമ്മള് പൊക്കരുതല്ലോ. ഇത്രയും മിടുക്കറായ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കഥകൾ നമുക്ക് പറയാം. നിങ്ങൾക്ക് അടിയിൽ കമന്റ് ചെയ്താൽ മതി, ഇങ്ങനെ ഹാഷ്ടാഗ് ഇട്ട് നമുക്ക്. ഈ വിഷ്ണുവിന്റെ സീനുണ്ട്, അതായത് എന്റെ അമ്മൂമ്മ മരിച്ച് അടക്കിന്റെ ദിവസമാണ്. അതാണെങ്കിൽ വിഷ്ണുവിന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വീട്ടില്. വിഷ്ണു ആണെങ്കിൽ മറ്റേ റൂമിൽ നിന്ന് കൊതുകുതിരി ഈയിടെ കുറച്ച് നാൾ പിന്നെ കൊതുകുതിരി കത്തിച്ച് മറ്റേ ലാസ്റ്റ് പോർഷൻ ആയപ്പോഴത്തേക്ക് ഇത് അവിടെ കിടന്ന് അതേ മറ്റേ കരി ഇതാവണ്ടെന്ന് ഓർത്തിട്ട് അതെടുത്തിട്ട് പുള്ളി ജനലിൽ കൂടെ പുറത്തോട്ട് കളഞ്ഞു. കത്തി തീരാറായ സാധനം. അപ്പൊ വിഷ്ണുവിന്റെ അമ്മ കോഴിക്കോട് അടയ്ക്കാൻ ബാക്കി കൂടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്ക് വിഷ്ണുവിന്റെ റൂമിൽ ജനലിലോട് തീപ്പരി ഓടും. അപ്പോഴത്തെ സിഗരറ്റ് തുടങ്ങിയല്ല വീടിനകത്ത് വിഷ്ണുവിനെ ഭയങ്കര ചെയ്ത. വിഷ്ണു പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. പിന്നെ വിഷ്ണു രാത്രി പോയി ഫ്ലാഷ് അടിച്ച് പറമ്പിൽ പോയി കൊതുകുതിരിയുടെ പീസ് തപ്പിയെടുത്ത് കൊണ്ട് കാണിച്ചിട്ടൊക്കെയാണ് പ്രശ്നമുള്ളത്. അത്ര സ്ട്രിക്റ്റാ പുള്ളിക്കാരി. അപ്പം വിഷ്ണുവാണ് എന്റെ അമ്മൂമ്മ മരിച്ചപ്പോൾ ഒരു വിഷ്ണുവിന് വീട്ടിൽ പറഞ്ഞിട്ട് വരാൻ വേണ്ടി. വിഷ്ണു മുങ്ങി. വിഷ്ണു കടയിലെങ്ങാണ്ട് പോയ വഴിക്കാണ് എന്റെ അമ്മൂമ്മയുടെ അടക്കിന് വരുന്നത്. അപ്പൊ സൈക്കിളിൽ എന്ത് സാധനമൊക്കെ ഇട്ട് കടയിൽ പോയിട്ട് വന്നേക്കുക. വീട് ഫുള്ള ആളാ. അപ്പൊ എൻ്റെ ഒരു ചേട്ടന്റെ പേര് വിഷ്ണു എന്നാണ്. എനിക്ക് 4 ചേട്ടന്മാരുണ്ട്, അതിൽ ഒരു ചേട്ടൻ ഒരു വിഷ്ണു. അപ്പൊ അമ്മൂമ്മ മറ്റേ പൊതുദർശനത്തിന് വെച്ചേക്കോ ഹാളില്, സൈഡിൽ ലാൻഡ് ഫോൺ ഇരിക്കുന്നു. അപ്പൊ അന്നത്തെ ദിവസം ഒന്നും ബെല്ല് അടിക്കത്തേ ഇല്ല, എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അപ്പം കുറെ ഭയങ്കര സൈലൻസിനിടയിൽ പെട്ടെന്ന് ഫോൺ അടിച്ചു. അപ്പൊ നമ്മുടെ വീട്ടില് അപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ 4 പേരെല്ലാവരും ഫോൺ എടുക്കും. അപ്പൊ എൻ്റെ ഒരു അപ്പച്ചി പോയിട്ട് ഒരു ഫോൺ എടുത്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഹലോ വിഷ്ണു ഉണ്ടോ വിഷ്ണു എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചി നോക്കിയപ്പോഴത്തേക്കും വിഷ്ണു നമ്മുടെ ചേട്ടനുണ്ടല്ലോ, വിഷ്ണു ഉണ്ടല്ലോ. ആ വിഷ്ണുവിന്റെ കൊടുക്കുക, അവിടെ വിഷ്ണു നിനക്ക് ഒരു ഫോൺ നിൽക്കുക. അപ്പൊ ഇവിടെ ചേട്ടാ അയാള് ചേർത്തില്ല താമസിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോളും പുള്ളിക്കപ്പം ഡിമാൻഡായി. ഓക്കെ പറഞ്ഞിട്ട് എടുത്ത് എന്നിട്ട് പറഞ്ഞു എവിടെടാ വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വരാം, എവിടെ പോയി കിടക്കുക അതൊക്കെ ചോദിച്ചു വരത്ത് വിഷ്ണു അവിടെ ഉണ്ടോ കറക്റ്റ്. എന്നാ ഇവന്റെ അമ്മ നമ്മൾ മരിച്ച വീട്ടിലോട്ടാണ് ഫോൺ വിളിച്ച് ചോദിക്കുന്നത്. എന്നിട്ട് നീ വെളിച്ചെണ്ണ മേടിക്കാൻ പോയിട്ട് എവിടെ പോയി കിടക്കും. അപ്പൊ ചേട്ടനും ഫുൾ കൺഫ്യൂഷൻ. വെളിച്ചെണ്ണ ഞാനും പിന്നെ നീ ചുമ്മാ എന്തൊക്കെയാ പറയുന്നത് അവിടുന്ന് ഭയങ്കരമായിട്ട് പോയി. അവസാനം ചേട്ടൻ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. എന്നിട്ട് വെളിച്ചെണ്ണ അല്ലേ കൊണ്ടുവരാം ശരി. അപ്പോഴത്തേക്ക് വിഷ്ണു വെളിച്ചെണ്ണ ഇതെന്റെ അമ്മയാന്നൊക്കെ പറഞ്ഞു വിഷ്ണു പുറത്തുനിന്ന്. അപ്പൊ അമ്മ മരിച്ചതൊക്കെ ചിരിക്കാനും പറ്റൂല മൊത്തത്തിൽ. അമ്മ വെളിച്ചെണ്ണ ഇതെടുത്തോ
തലക്കിൽ ഇത്രയും കത്തിച്ച് വെക്കുന്ന. ഓക്കെ, ഇത് നീ ട്യൂഷൻ പോയത് 6ാം ക്ലാസ്സിലാന്നല്ലേ പറഞ്ഞു? ഞാൻ 5-6 5-6. ജോൺ ട്യൂഷൻ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഏതൊക്കെ ക്ലാസ്സിലാന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഇതിലല്ല. 10ാം ക്ലാസ്സിൽ സീരിയസ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു ആന്റി ട്യൂഷൻ എടുത്തായിരുന്നു. എനിക്ക് അത്രയും മുമ്പോട്ട് പോകണം. നീ 6th മുമ്പുള്ള മെമ്മറീസ് പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുസൃതിയും മെമ്മറി ഇല്ല, നിക്കൂല, അതാ പ്രശ്നം. അപ്പൊ എന്തായാലും പണ്ട് ഈ ഒരു 1.5 വയസ്സുള്ളപ്പോ എനിക്കാണ് നീന്തൽ വരുന്നില്ല. അപ്പൊ എന്റെ അച്ഛൻ എന്നെ സൂപ്പറാ ഞാൻ കേട്ടിട്ടുണ്ടോ? നിനക്ക് 5 വയസ്സുള്ളപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എനിക്കുണ്ട്. അത് ഓർമ്മയുണ്ടെങ്കിൽ അത് അപ്പോഴല്ലല്ലോ, ഇപ്പോഴല്ലേ. അതില്ലെങ്കിൽ ഇല്ല. നിങ്ങളെല്ലാരും സെലിബ്രിറ്റി വൈബ് പിടിക്കണം. പിന്നെ 6ാം ക്ലാസ് ഇതിനൊക്കെ മനസ്സിലായി. ഇത് മഡോണ പക്ഷെ അതിൽ എന്നാ എനിക്ക് ആ ഓർമ്മയില്ല, അതുകൊണ്ടില്ല. എനിക്ക് ട്യൂഷന് പോയ ഓർമ്മയില്ല. LKG പഠിക്കുന്ന എന്റെ ക്ലാസ് ടീച്ചർ നിർമ്മല ടീച്ചറാണ്. അപ്പൊ എനിക്ക് ടീച്ചറിനോട് ഭയങ്കര ക്രഷാണ്. അത് ക്രഷാണ്. നിങ്ങൾ ഈ ജോർജൊക്കെ മലരിനോട് ഇപ്പോഴേ ക്രഷ് അടിച്ചു. ഞങ്ങളൊക്കെ പണ്ട് LKG ലെവലിൽ ഇത് പിടിക്കുന്നതാണ്. LKG കുറെ പേര് ക്രഷുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിർമ്മല ടീച്ചർ. അപ്പം ടീച്ചർ നമ്മുടെ സ്വന്തമാണെന്ന് എന്റെ വിചാരം. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇല്ല, ഞാൻ പേടിക്കണ്ട, ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും പറയത്തില്ല. ഇത് വേറെ ലെവൽ വരെ. അതേ ടീച്ചറിന്റെ ബാഗിൽ ആദ്യത്തെ ക്രഷ് അല്ല, ഇത് കണ്ണു തുറന്നപ്പോ തുടങ്ങി. ഞാൻ നേഴ്സുമാരിൽ തുടങ്ങിയതാണ്. അന്ന് വിമല നേഴ്സ് മാറി നിർമ്മല ടീച്ചറായത് LKG എത്തിയപ്പോഴാണ്. ടീച്ചറിന്റെ സ്വന്തമാണെന്ന് എന്റെ വിചാരം. അതായത് ടീച്ചറിന്റെ ബാഗിലുള്ള സാധനങ്ങൾ എന്റെ സ്വന്തമാണ്. എനിക്ക് സ്കൂളിൽ പോട്ടോ അമ്മ പോയിട്ട് ഇനി വരണ്ട, വൈകിട്ട് എനിക്ക് വീട്ടിൽ പോട്ടോ. എനിക്ക് നിർമ്മല ടീച്ചറിന്റെ കൂടെ പോയാ മതി. നിർമ്മല ടീച്ചറിന്റെ വീട്ടിൽ പോകണം. അപ്പൊ ഈ ക്ലാസ്സിൽ അപ്പുറത്തെ ക്ലാസ്സിലെ വിമല ടീച്ചറിനെ കാണുന്നത് ഞാൻ സ്കൂളിന്റെ വൈബിങ് ആയിരുന്നു എല്ലാ ക്ലാസ്സിലും. പഠിച്ചൊരു HM ആവണം. ടീച്ചറിന്റെ ബാഗിനകത്തുള്ള സാധനം എന്റെ ആണെന്ന് എന്റെ വിചാരം. കാരണം ടീച്ചറിന്റെ സ്വന്തമാണല്ലോ. ഇല്ല, ഇങ്ങനത്തെ നൈസ് കഥയാണ്. നീ പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ആരും കളഞ്ഞിട്ട് പോലെ. എനിക്കാട് വൈബല്ലേ കണ്ട്, വേറെ വൈബാണ്. ഈ ക്ലാസ്സിൽ ബർത്ത്ഡേ വരുമ്പോൾ പിള്ളേർ എല്ലാവർക്കും ഓരോ മിഠായി കൊടുക്കുമല്ലോ. അപ്പം ടീച്ചർമാർക്ക് അവർ മിഠായി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒന്നൊന്നും വെച്ച് തരത്തില്ല. അപ്പൊ ഞാൻ നോക്കും നിർമ്മല ടീച്ചറിന് കൊണ്ട് ബർത്ത്ഡേ പോയി ഇങ്ങനെ മിഠായി. അത് ഈ പറയുന്ന ബർത്ത്ഡേ പോയുടെ അപ്പന്റെ ക്രഷായിരിക്കും. നിർമ്മല ടീച്ചർക്ക് അധികം കൊടുത്തു. അങ്ങനെയല്ല, 1-2 എണ്ണിയാണല്ലോ. 45 ക്ലാസ്സിൽ 100 പേര്, ബെസ്റ്റ് ഫ്രണ്ടിന് 2. നമ്മളങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. കിട്ടുമോ? പിന്നെ മറ്റവനൊന്ന് കൊടുക്കുന്നൊക്കെ നമ്മള് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യും. എക്സ്ട്രാ സ്പെഷ്യലുകൾക്ക് ഇങ്ങനെ പിന്നെ എണ്ണം തിരിച്ച് അവസാനം വരുമ്പോ 1-2 കിട്ടും. പക്ഷെ സംഭവം അധ്യാപകർ കൊടുക്കുമ്പോൾ പറഞ്ഞ പിള്ളേര് പണ്ടേ അധ്യാപകരെ പ്രീതിപ്പെടുത്താനുള്ള സാധനം ഉണ്ടല്ലോ. എന്റെ സ്കൂളിൽ പഠിച്ചപ്പോ ഈ കുറച്ച് പിള്ളേർ എക്സെപ്ഷനലി റിച്ച് പിള്ളേരുണ്ട് ഈ മുറ്റൂത്ത്. ഇല്ല, ഞാനൊക്കെ ആ സ്കൂളിലെ മിഡിൽ ക്ലാസ് ആയിരുന്നു. പക്ഷെ എക്സ്ട്രീംലി റിച്ച്. അവര് കേക്ക് കൊണ്ടുവരുന്നു, പേസ്ട്രി, ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മളെ മറ്റേ 1 രൂപയുടെ അച്ചാറൊക്കെ 10 പാക്കറ്റ് മേടിച്ചിട്ട് എടുത്ത് അതാ പരിപാടി. പിന്നെ സിപ്പപ്പ് മേടിച്ചിട്ട് മുറിച്ചൊക്കെ കഴിക്കും. ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാവർക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുക്കണം. നിന്റെ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞേ? സെന്റ് തോമസ്. ഇല്ല, എന്റെ ഓർമ്മയിലൊന്നും അങ്ങനെ ബർത്ത്ഡേ ലഡു കൊണ്ടുവന്നാണ് ഏറ്റവും വലിയ ലക്ഷറി. ലഡു കൊണ്ടുവന്ന് എല്ലാവരും കൂടുതൽ ബർത്ത്ഡേക്ക് മുട്ടാക്കി പകരം ലഡു കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ 1 രൂപ മുട്ടായി 50 പൈസ മുട്ടായി. ഇത് ബർത്ത്ഡേ കളർ ഡ്രസ് ഇടാൻ പറ്റൂലേ? ബർത്ത്ഡേ പോയി ഏത് ക്ലാസ് വരെ? ഏത് ക്ലാസ് വരെ വേണമെങ്കിലും ഇടാൻ ഇട്ടണം. അധ്യാപകരൊന്നും പറയും. പക്ഷെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അത് അൺകൂളായി. ഹൈസ്കൂൾ 5ാം ക്ലാസ് തുടങ്ങി ഇവിടെ ഇങ്ങനെ മറ്റേ ഇട്ടാൽ ഹാൻഡ് കർച്ചീഫ് ഒക്കെ പിൻ ചെയ്ത് മറ്റേ പോയാ ഫോട്ടോ നമുക്ക് എഡിറ്റിംഗ് കയറ്റി വിടാം. അപ്പൊ നിർമ്മല ടീച്ചർക്കാണെങ്കിൽ ഇവൻ ഇങ്ങനെ വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നിർമ്മല ടീച്ചർ കൈയോടെ വാങ്ങിച്ചു ബാഗിനകത്തേക്ക് ഇട്ടു. മറ്റേ ഒരു തുകല് വെച്ചൊരു ബാഗ്, ഭയങ്കര രസമുള്ള ബാഗാണ്. ഇപ്പൊ ഇന്റർവെല്ലിന് എല്ലാവരും പിള്ളേരും പുറത്തു പോകും. അപ്പൊ ഞാൻ തിരിച്ചു കയറി. നിർമ്മല ടീച്ചർ എന്റെ ആണല്ലോ. ടീച്ചറിന്റെ ബാഗ് ഇല്ല, ടീച്ചർ പോകുമല്ലോ. ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് ടീച്ചർ LKG ആണ്. എനിക്ക് നമ്മൾ 1-2 അധ്യാപകർ അല്ല, അന്ന് അവർക്ക് ഇത് പേടിക്കേണ്ട കാര്യമില്ല. LKG പിള്ളേർ 1965. അപ്പൊ ടീച്ചറും കുട്ടികളെല്ലാം കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോ ഞാൻ മാത്രം തിരിച്ചു തരും. എന്റെ നിർമ്മൽ ടീച്ചറിന്റെ സ്വന്തം ബാഗ് തുറന്ന് ഞാൻ മുട്ടായി എടുക്കും.
എന്നിട്ട് ഞാൻ ഇറങ്ങി പോയി. അങ്ങനെ ആയിരിക്കും ഷുഗർ വന്നത് അല്ലേ, അവരുടെ റാക്കായിരിക്കും. എന്നിട്ട് നിന്നെ പൊക്കിയ എന്നിട്ട് ഞാൻ പൊക്കി. എന്നിട്ട് ഞാനിത് കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് തിരിച്ചെടുക്കും. എനിക്ക് ഇഷ്ടമായിട്ട് കാണും, ഞാനിങ്ങനെ ഇതിങ്ങനെ എടുക്കും. എന്റെ ഒരു നിർമ്മല ഹൃദയമാണെന്നൊക്കെ. ഇങ്ങനെ 2-3 തവണ ഞാൻ ബർത്ത്ഡേക്ക് കൂടുതൽ മുട്ടായി തിന്നു. വേറൊരു ബർത്ത്ഡേ വന്ന് ഞാനിങ്ങനെ ബാഗ് തുറന്നു. അപ്പൊ ടീച്ചറുടെ കൂടെ മുട്ടായിയുടെ കൂട്ടത്തിൽ കുറെ ഗുളികകൾ, നല്ല ഫാൻസി ഗുളികകൾ. ടീച്ചർ എന്തൊക്കെയാ ഗുളികൾ കഴിക്കണം, അടിപൊളി ഗുളികൾ. അപ്പൊ ഞാൻ മുട്ടായി എടുക്കുന്നിടത്ത് ഗുളികയും എടുത്തു. എന്നിട്ട് ഞാൻ ഗുളികയും കൊണ്ടുവന്നു. നിനക്ക് പനിയുണ്ടോ? ഡോക്ടർ ആവണമെന്നൊരു സാധനം ഉണ്ടായിരുന്നു. അമ്മ അച്ഛനെ പറയാൻ ഡോക്ടർ ആവണം. ഞാൻ കുട്ടികൾക്ക് ഈ ഗുളിക വിതരണം ചെയ്തു. എന്താ ചോടി നല്ല ചുമയുണ്ടല്ലോ, ഇത് കഴിച്ചോ. മുട്ടായി വിതരണം പിടിച്ചില്ല, പക്ഷെ ഗുളിക വിതരണം പിടിച്ചു. ഡ്രഗ് ഡീലർ ആയിരുന്നല്ലേ? എന്നിട്ട് ബുദ്ധിയുള്ള പിള്ളേരെ കൂടെ പഠിച്ചത്, അതുകൊണ്ട് അവർ തിന്നില്ല. അവരാരും ടീച്ചർക്ക് കൊണ്ട് ഗുളിക കൊടുത്ത്. ടീച്ചർ അനീസ് തന്ന ഗുളികയാണ്. ഇത് എന്റെ ഗുളികയാണല്ലോ. ഇതാരും തന്നത് അനീസ്. ഇത്രയും നാൾ ഗുളികയും മുട്ടായും ആരാ കെട്ടോണ്ട് പോയത് ടീച്ചർക്ക് അന്ന് മനസ്സിലായി. ഈ ഗുളികയുടെ കേസിൽ എനിക്കൊരു സംഭവം ഉണ്ട്. എന്നിട്ട് എന്താ അനീസ് ഞാൻ നിങ്ങളതല്ല അങ്ങനെ എനിക്ക് മനസ്സിലായി നിർമ്മൽ ടീച്ചർ എന്റെ അല്ല. അനീസിക്ക് അപ്പോഴും കോമഡി. അനീസിക്ക് പറഞ്ഞു ടീച്ചർ എല്ലാ ദിവസം കളർ ഡ്രസ് ഇടും, ഞാൻ അവിടെ നിന്നും ബർത്ത്ഡേ എല്ലാ ദിവസവും മുട്ടായി ഉണ്ട്. എനിക്ക് ഈ ഗുളികയ്ക്കൊരു ഇതുണ്ട്. ഒരു പ്രാവശ്യം അമ്മ ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എല്ലാ ഗുളികയും കൂടി എടുത്ത് വെച്ച് കൊണ്ടുപോയി കളയാൻ വേണ്ടി കൂട്ടി വെച്ചേക്കാം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചുവന്ന കളറിൽ നല്ല ഒരു ഗുളിക ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ സാധനം എടുത്തിട്ട് ഒരെണ്ണെടുത്ത് കഴിച്ചു വെക്കും. നല്ല മധുരം മണി മണ ജെംസ് മിഠായി പോലെ ഇങ്ങനെ അടിച്ചു. സംഭവം ഇത് ഞാൻ ചെന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പറഞ്ഞേക്കാം ഒരുപാടായി ചിലപ്പോ പോയിട്ടാകുമ്പോ തുരുമ്പിക്കും. എനിക്കറിയില്ല, നല്ല മധുരം ഉണ്ട്. സാധനം കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ അമ്മേ ഇത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ നോക്കിയിട്ട് എടുത്ത് എക്സ്പയറി ഡേറ്റും കഴിഞ്ഞിട്ട് എടുത്ത് കളയാൻ വെച്ചിട്ടുള്ളത്. അമ്മ എന്നൊരു പരക്കമ്പായാലും ഇവിടെ നിന്ന് ഒരു കസിൻ ഉണ്ട്, ആ ചേട്ടന് വിളിച്ചു, വേഗം ഓട്ടോറിക്ഷ വിളിച്ചു, എന്നിട്ട് എടുത്ത് കയറ്റി വിട്ടു. അത് കഴിഞ്ഞപ്പോ അമ്മേന്റെ അടുത്ത് വെച്ചു മോനെ നീ ഇതിൽ എത്ര എണ്ണം കഴിച്ചു? അപ്പൊ അന്ന് ഞാൻ എണ്ണാൻ പഠിച്ചിട്ടില്ല. 1 2 3 4 5 6. അപ്പൊ അമ്മ ഈ 10-12 കഴിച്ചു കാണി എല്ലാരും അറിയുള്ളൂ. അമ്മ അവിടെ ചെന്നിട്ട് പറക്കണം എന്നെ എടുത്തിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് തള്ളിക്കരുന്നില്ല. ഡോക്ടർ ഈ സാധനം തിന്നു വല്ല കുഴപ്പമുണ്ടെന്ന് വെച്ചു. ഡോക്ടർ ഒരു കയറുന്നില്ല, കുഴപ്പമില്ല ടാബ്ലറ്റ്. അതാ ജോൺ ഇത്ര നീളം. അന്നോട്ടേ ടാബ്ലറ്റ്സ് കഴിച്ചാന്ന് ജോൺ ഒരുക്കു പോലെ നീണ്ടു വന്നു. അത് പറഞ്ഞിട്ട് ആ ചേട്ടൻ തന്നെ ഇപ്പോഴും കളിയാക്കും ഞാൻ ഈ 1 2 3 4 5 6 എന്നുണ്ട്. അല്ല അതിന്റെ ഇടയിൽ എന്റെ അടുത്ത് ചോദിച്ചേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് ചോദിച്ചു. പിന്നെ കാര്യമായിട്ട് ചോദിച്ചല്ലേ, വിഷമിപ്പിക്കേണ്ട എനിക്ക് ചെറുതായിട്ട് തലചിട്ടുണ്ട്. ഏത് പ്രായത്തില്? ഒരു 5-6 വയസ്സൊക്കെ ഉണ്ടോ? നീ അന്നേ ഗ്യാസ് ലൈറ്റിംഗ് ആയിരുന്നല്ലോ, 6 വയസ്സിലൊക്കെ. അല്ല ചോദിച്ചു നിനക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി? ആ ചെറുതായിട്ട് തലചിട്ടുണ്ട്. ഭയങ്കര വിശപ്പൊക്കെ. ഞാനിങ്ങനെ വളരെ അമ്മയ്ക്ക് ഇങ്ങനെ തീ കോരിടുന്ന പല അനുഭവങ്ങളും. ഞാനും ചേച്ചിയും കൂടെ നമുക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു മുറി നമ്മൾ തന്നെ നെല്ല് മുറി എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് നെല്ല് ഉണ്ട്, സ്റ്റോർ റൂം പോലെ. അപ്പൊ അതിനകത്ത് മറ്റേ വളമൊക്കെ എടുത്ത് വെക്കും. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ ഒരു ദിവസം അവിടെയാണ് നമ്മൾ വൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുവെക്കുന്നത്. ചേച്ചിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ചേച്ചി പോയി കറങ്ങി തിരിഞ്ഞ് രാത്രിയുള്ള കാര്യം കാണാതെ പോയിട്ട് മറ്റേ പിടിച്ച് ഭരണിയൊക്കെ താഴെയിട്ട് പൊട്ടിച്ച സീനൊക്കെ ആക്കും. അപ്പൊ ഈ മുറിക്കകത്ത് നമുക്ക് ഇതുപോലെ കിട്ടാത്ത കനികൾ ഇരിക്കുന്നത്. അപ്പൊ വീട്ടിൽ മച്ചമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് അങ്ങോട്ടും കയറണം. അപ്പൊ എനിക്കും മറ്റേ മിസ്റ്റർ ബീനൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്തൊക്കെയൊക്കെ കാണും, എപ്പോഴും ഇതിനകത്ത് കയറണം. അങ്ങനെ നമ്മളറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എക്സ്പ്ലോറിങ്ങാ. ഞാൻ ഒരു ചാക്ക് പറയുന്ന സാധനം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ റോസ് കളർ. ചോദിച്ചോ ഇതെന്തോ ഭയങ്കര പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഇതെന്ത് കുറെ ബൾക്കായിട്ട് വേണ്ടി നമുക്ക് തരാത്തായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞിട്ട് പറയണ്ട, നമുക്ക് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുക്കാമല്ലോ എന്നൊക്കെ ചേച്ചി ഒരു കൈയിട്ട് വന്നിട്ട് ഒരു പിടിച്ചു തന്നു. ചേച്ചി ഒരു എടുത്തിട്ട് ഫാക്ടം പോസ് വളം ചേച്ചി നാക്ക് പൊള്ളുന്നുണ്ടോ എന്ന്. എനിക്കിവിടെ അത്ര വിശ്വാസമില്ല. ഇവിടെ എന്താ പറഞ്ഞാലും നമ്മളെ കൊണ്ട് ചാടിക്കും. നമുക്ക് മറ്റു പണ്ട് വെറും പൊട്ട പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ 4 കമ്പൊക്കെ കുത്തിയിട്ട് മേളിൽ കൂടെ പേപ്പറൊക്കെ ഇട്ട് കടയാണെന്ന് പറഞ്ഞിട്ട് 10-15 ഇലയൊക്കെ പറിച്ചിട്ട് വെക്കും വെറ്റ വിചാരിക്കാറുണ്ട്. എന്താ ചെയ്യണില്ല, ഇവക്ക് ഇത് വെട്ടി കമ്പൊക്കെ വെട്ടി ഇത് സെറ്റ് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് പേപ്പർ വെച്ചിട്ട് ഇവിടെ അറിയാം നമ്മുടെ അപ്പൊ ഇവിടെ അറിയാം ഞാനെന്നാ പോയിട്ട് മറ്റേ എന്തെങ്കിലും പറഞ്ഞ് മുങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാനും വരുന്നു. അപ്പൊ പിന്നെ കടയായിരിക്കും
ആള് വന്ന് കഴിഞ്ഞാൽ ഒരു സാധനം കൊടുക്കും തുടങ്ങിയുള്ളൂ അപ്പൊ തന്നെ പൊട്ടിക്ക് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ 11:30 വെയിലത്ത് പുള്ളിക്കാരിക്ക് കൺസ്ട്രക്ഷൻ മാത്രം ഇൻട്രസ്റ്റ് ഇല്ല ഈ പരിപാടി അത് അനിയൻകുട്ടി പുള്ളിക്കാര് നമ്മള് ഇപ്പൊ ചില സ്റ്റാർട്ടപ്പിന്റെ പോലെ ഒരു നിലയിലാക്കി കഴിഞ്ഞിട്ട് വലിയൊരു amount വീട്ടിൽ വെള്ളം കയറുമ്പോൾ ചെങ്ങാടം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് തോന്നിയെങ്കിൽ ചെങ്ങാടം ഉണ്ടാക്കണം. കാരണം നമ്മുടെ വീട്ടിൽ ചെമ്പുണ്ട്, മറ്റേ പാട്ടിനകത്തൊക്കെ മറ്റേ മ്യൂസിക് മറ്റേ സോങ്ങിലൊക്കെ കാണിക്കില്ലേ, അതുപോലെ വെള്ളം അരി പുഴുങ്ങണ ചെമ്പ്, ആ ചെമ്പ് വലുത്. അപ്പം അത് നമുക്ക് മറ്റേ മീശമാതല്ല പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്ന വെള്ളം കയറുമ്പോൾ ചെമ്പിറക്കും, അതിനകത്ത് കളിക്കും. എന്നിട്ട് ചുമ്മാ വീടിന് ആ പറമ്പിൽ കൂടെ ഒക്കെ ഒരുപാട് ഓടിക്കാൻ പറ്റും, അതുകൊണ്ട് ഓടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ചെമ്പ് പോരാ, മറ്റേ ചെങ്ങാണത്തിന്റെ എക്സ്പീരിയൻസ് വേണം. അവിടത്തേക്കും അച്ഛൻ പുറത്തെവിടെ പോയേക്കാം, അവർ വെട്ടാം വാഴ. എനിക്ക് വെട്ടലൊക്കെ ഭയങ്കര, നമ്മള് മറ്റേ തല വെട്ടുന്നവരെ മറ്റേ ചേമ്പലയൊക്കെ വെട്ടിക്കളിയോ അടിക്കുക പരിപാടി അതൊക്കെ ചെയ്യേണ്ടത്. ചങ്ങട ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോഴും വാഴ വെട്ടാൻ ഭയങ്കര രസമാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞു വെട്ടിയേക്കാം, എത്ര എണ്ണം വേണം, നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പൊ എന്നിട്ട് അവസാനം എടുത്ത് ചന്നം ഇത് കൊലച്ച വാഴ, കൊല വെട്ടുമ്പോൾ വാഴയും വെട്ടും. അപ്പോഴത്തെ ആ പിണ്ടി വെച്ചിട്ടാണ് ആൾക്കാർ ചെങ്ങാടം ഉണ്ടാക്കുന്നത്. നമ്മൾ പോയിട്ട് കൊലക്കാറായ വാഴയൊക്കെ ചപ്പത്തിന്റെ വെട്ടി 3 എണ്ണം, എന്നിട്ട് ഇത് കെട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പൊങ്ങൂല. അവസാനം പിന്നെ അടുത്ത ലെയറോട് ഉണ്ടാക്കണം, അപ്പൊ അടുത്ത വാഴ വെട്ടണം. അച്ഛൻ വരപ്പോഴത്തേക്ക് നമ്മൾ 6-7 വാഴ വെട്ടി ചെങ്ങാടം ചെരിഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, കിറ്റിയൊക്കെ ഇവിടുന്ന് മേലെ ഇങ്ങനെ നിൽക്കും. അവസാനം പണി നിർത്തുന്ന വെച്ചാൽ ചേച്ചി ഒരു കമ്പ, നീ ഇത് ഇന്നെങ്ങാനും വിട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ ഇത് പണി തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ചേച്ചി രാത്രി ഒറ്റ വെട്ട് എന്റെ കാലിലിട്ട് നേരെ. അപ്പൊ ഞാനാണെങ്കിൽ തള്ളവിരലിൽ ഇവിടുന്ന് നോക്കുമ്പോ അകത്ത് വെള്ള കളറിൽ എന്തോ ആദ്യമായിട്ട് കാണുന്നു, മുറിഞ്ഞ സാറിന് ചോരയില്ലേ കാണും, ഇത് സ്കെൽറ്റനല്ലേ. അപ്പൊ ചേച്ചി അപ്പൊ തന്നെ തല അങ്ങനത്തെ അച്ഛൻ പിന്നെ ഇത് ഇങ്ങനല്ല ചെയ്യണ്ടൊക്കെ പറഞ്ഞ് അച്ഛൻ കൊച്ചി സെറ്റ് ചെയ്ത് ആ 3 വാഴയൊക്കെ ഈ വാഴയുടെ കാലും മുറിച്ചിട്ടേക്കല്ലേ, അപ്പനതല്ലേ 4 വാഴ വെട്ടിന്നല്ലേ. നമ്മൾ ഈ 5ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെ വരുന്ന ഒരു മാറ്റം പെൻസിൽ നിന്ന് പേനയാവുക. ഞങ്ങൾക്ക് 4-ന്ന് 5ലേക്ക് 4-ന് 5 വേറൊരു മാറ്റം എന്താന്ന് പറഞ്ഞാൽ, അല്ല 5 കഴിഞ്ഞിട്ടാണ് നമുക്ക് വലിയൊരു ഇതല്ലേ. 4ാം ക്ലാസ് വരെ നമുക്ക് തിരുത്താം, 5ാം ക്ലാസ്സിൽ നിന്ന് ഇനി തിരുത്തലില്ല. ഇങ്ക് പെൻ കൊണ്ടാണ് ആദ്യം എഴുതിപ്പിക്കണത്. അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും വേനോടാ മതി. ഇവ പഠിച്ച സ്കൂളിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അല്ല അതെന്തിനാ ഇങ്ക് പെൻ ആയിരുന്നു. അല്ല ഇങ്ക് പെൻ ഹാൻഡ് റൈറ്റിംഗ് തന്നവന് ഏറ്റവും ഇത് ഇങ്ക് പെനില്. പണ്ട് ബോൾ പെൻ ഇല്ലാത്ത സമയത്തല്ല ഇങ്ക് പെൻ ആയിരുന്നു. ഫൗണ്ടൻ പെൻ എഴുതാനൊരു സ്കില്ല് വേണം. പാട എഴുതുന്നത്, പക്ഷെ അന്ന് അതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡെവലപ്പ് ആയി വന്ന ബോൾ പെൻസ് വന്നത്, ഡോട്ട് പെൻസ്. ഞാനൊക്കെ ഉള്ള സമയത്ത് സ്റ്റിക്കീസി ഇങ്ങനെ വെച്ച് അടിച്ചാൽ തിരിച്ചു പോകും. നീ പേനയിലേക്ക് വേണം, നിന്റെ പെൻസിലിനെ കഥ കഴിഞ്ഞ് പറയാനുണ്ടല്ലോ. നിന്റെ ഗുളിക കഴിഞ്ഞ് നീ വേറെ ഒന്നും വീട്ടില് ടെൻഷൻ കൊടുത്തിട്ടില്ലേ? അത് പിന്നെ ഞാൻ മനോരമയിൽ പറഞ്ഞ സാധനം എന്നെ ഇടയ്ക്ക് കാണാണ്ടോ, അത് ഒരു പ്രാവശ്യം സമാധാനം. വീട്ടുകാർക്ക് സമാധാനം. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ 4ല് പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ആനുവൽ ഡേ ഇല്ലേ, മറ്റേ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞാൻ ബാൻഡ് സെറ്റിലും എന്തിലാണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാൻഡ് സെറ്റിൽ എന്തോ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് അപ്പനും അമ്മയൊക്കെ കൂടി ഒരുമിച്ച് സ്കൂളിലേക്ക് വരാം, എന്നിട്ട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ അപ്പന് വേറെ എന്തൊക്കെയോ കുറച്ച് പരിപാടികളിൽ ആള് പെട്ടുപോയി. അപ്പൊ ആള് സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ അവനൊന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കന്യാസ്ത്രീ സ്കൂളാണ് ഉണ്ടായത്. 2 മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നേ രക്ഷിക്കായിരുന്നു, ഇപ്പൊ പോയിട്ടുണ്ടോ. അപ്പൊ ഇവരെന്റെ അടുത്ത് ആരും ഈ സംഭവം പറയണമെന്നില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നേരം കരിപ്പായി തുടങ്ങിയിട്ട് ഇവര് വരണ കാണില്ല. ഇവരെന്നെ ഉപേക്ഷിച്ചു. ഇവരെ കാണാനില്ല. എന്റെ വീടിന്റെ അവിടെ ഒരു 1 കിലോമീറ്റർ ഉള്ളിൽ പറയുന്ന സ്കൂളിലേക്ക്. പക്ഷെ റോഡ് കിടക്കാന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ ചലഞ്ച്. 4ാം ക്ലാസ്സിലേക്ക് റോഡ് കിടക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഗേറ്റ് വരെ വന്നിട്ട് ഇങ്ങനെ നോക്കും. എനിക്കറിയാം ഇവിടെ ചെല്ല ഇങ്ങോട്ട് ചെല്ല, എന്നിട്ട് നേരെ പോയാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെത്തും. അപ്പൊ ഞാൻ വീണ്ടും പേടിക്കും, ഞാൻ തിരിച്ചു വരും, വീണ്ടും ഇരിക്കും. അപ്പൊ ഈ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു ബണ്ണും ഒരു റോബസ്റ്റ് പഴം കിട്ടിയിട്ടുണ്ട്. റോബസ്റ്റ് പഴം ഞാൻ കഴിച്ചു. ബണ്ണ് കൊള്ളാം, തിരക്കേടില്ല, അമ്മയ്ക്കും ഒരു പീസ് കൊടുത്തേക്കാം, ഞാൻ എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ കണ്ണു പറഞ്ഞില്ലേ എന്തെങ്കിലും എന്താ. എന്നിട്ട് ഞാൻ കുറച്ചു നേരം നോക്കി ഇറങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നല്ല. അങ്ങനെ ഒരിക്കലും ഞാൻ പള്ളിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മോനെ എന്റെ സീനിയറാ. അപ്പൊ ഞാൻ ഇത് 3-ലാട്ടോ, 4-ലല്ല, അവൻ 4-ല് പഠിക്കണ്ടാവും. അപ്പൊ അവനെ കണ്ടു നിർമ്മല ടീച്ചർ ക്രഷ് ഉണ്ട് പിന്നെ. അല്ല, അപ്പൊ ആ ചേച്ചിനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അവര് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകാന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ.
പറഞ്ഞു ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പോകുമ്പോ അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പോണ വഴിക്ക് വീടിന്റെ അവിടെ ഇറക്കി വിടാന്ന് പറഞ്ഞു. എന്നാ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ആന്റി എന്നെ കൊണ്ടുപോയിട്ട് അവിടെ തൊട്ടപ്പുറത്ത് വേറൊരു ക്യാൻറ്റീൻ ഉണ്ട്, അമല ഹോസ്പിറ്റലിന്റെ ആ ക്യാൻറ്റീൻ. അവിടെ പോയിട്ട് ചപ്പാത്തി എന്തോ സാധനം ഞാൻ അടിച്ചു, അതൊക്കെ അടിച്ച് ഞാൻ സിനിമ. അത് കഴിഞ്ഞ് ഇന്ന് കൊണ്ടുവിട്ടൂടി എന്നെ തിരിച്ച് വിടുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. എന്നെ വീടിന്റെ അവിടെ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞിട്ടാ അവര് വണ്ടിയിൽ ഓട്ടോയിൽ തന്നെ ഇറക്കി. അവര് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അടുത്ത സാധനം, വീട്ടിലൊരു ലൈറ്റും ഇല്ല. അന്ന് എനിക്ക് ഇരുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പേടിയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ട് വീട്ടിലാരും ഇല്ല. അപ്പൊ ആവിട്ട് കരയാൻ തുടങ്ങി. അവിടെ നിന്നിട്ട് ഓടിയിട്ട് കരയാണ് ഞാൻ. അപ്പൊ ശരിക്കും ഉപേക്ഷിച്ചു, നാട് വിട്ടുപോയി. എന്നെ ഉപേക്ഷിച്ച് ഇവരും നാട് വിട്ടു. ഇവരെ കാണാനില്ല. ഹനുമാൻ മറ്റേ ആ ബണ്ണെന്നെ സേവ് ചെയ്തു. അത് വേറൊരു കാര്യം. എന്നിട്ട് ഞാൻ എന്റെ കരച്ചിൽ കേട്ടിട്ട് അപ്പുറത്ത് തന്നെ ആന്റി വന്നിട്ട് വിളിച്ചു. എന്താ ചോദിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് വന്ന് സ്കൂളിൽ വന്ന് ഞാൻ ഫുൾ കഥ പറഞ്ഞു. അപ്പൊ ആന്റി എന്നെ വിളിച്ചുകൊണ്ടിട്ട് അവിടെ പോയിട്ട് എനിക്കൊരു ചായയൊക്കെ തന്ന് ഞാൻ ചായയൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ അപ്പൻ അമ്മ ചേട്ടൻ സ്കൂളിലെത്തി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ കാണാനില്ല. അമ്മ ആദ്യം തന്നെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഉറപ്പായി ഇവനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അമ്മ ബോധം കെട്ട് വീണു. അപ്പനറിയാവുന്ന ഭരണിപ്പാട്ട് വെച്ച് പ്രിൻസിപ്പളിനെ നല്ല പടം പഠിച്ചിട്ടുണ്ട്. ആ പിറ്റേ ദിവസം പ്രിൻസിപ്പളിന്റെ മുഖം കാണുമ്പോ എനിക്ക് അന്ന് കേട്ട തെറിയുടെ റിഫ്ലക്ഷൻ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു പള്ളിയിലച്ഛനാണ്, പ്ലീസ് എന്റെ അച്ഛനെ വിളിക്കരുത്. ചേട്ടന് പറ്റാവുന്ന രീതിയിലൊക്കെ അന്വേഷിക്കുന്നു. ചേട്ടൻ പെട്ടെന്ന് ടെൻഷനായി. സംഭവം എന്നെ കാണാനല്ലോ, വന്നത്തെ ആനുകളുടെ പ്രാധാന്യം എന്നെ കാണാണ്ടാവില്ല. അവിടെ ഫുൾ സീനാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ആന്റിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. ആ ഫോണിൽ അപ്പൻ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് ഫോണിൽ കൂടെ അല്ലാണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആന്റി പറഞ്ഞു അവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറെ നേരം കരയുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടിട്ട് ഇപ്പൊ ഒരു ചായയും പഴംപൊരി അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാ പഴംപൊരി അടിച്ചോണ്ടിരിക്കുന്നത്. ആ ഫോണിൽ നിന്നുള്ള സൗണ്ട് കണ്ടപ്പോ എനിക്ക് പറയാമായി ഞാൻ ചത്ത്. ഇവരിങ്ങോട്ട് തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്റെ പണി തീർന്നു ഞാൻ വിചാരിച്ചു. ഇനിയാണ് ശരിക്കും ഇനി ഇവിടെ ജീവിക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് എത്തി. അല്ല, ഇവരെവിടെ പോയി പുറത്തു പോയത്? ഇവരെവിടെ തപ്പായിരുന്നു ഈ സമയത്ത്? സ്കൂളില് എല്ലായിടത്തും തപ്പുണ്ടായിരുന്നു. എന്നെ കാണാനില്ല. ഇനിയിപ്പോ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയണം തട്ടിക്കൊണ്ടുപോയി. ആ കേസൊക്കെ എന്നുള്ളത് ധാരണയിലിരിക്കണേ. അത് കഴിഞ്ഞിട്ട് എന്തോ കുരുത്തത്തിന് ആന്റിയുടെ അടുത്തൊന്ന് വിളിച്ചു നോക്കാൻ തോന്നിയത്. ചിലപ്പോ ഇനി എങ്ങനെ തിരിച്ച് സാധനം അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോ വേഗം അമ്മ ഇങ്ങോട്ട് വന്നു. അമ്മേനെ കണ്ടറിയാം, കരഞ്ഞു തവിട് പടിയുണ്ട്. ഞാൻ തെറി കേൾക്കുന്ന വിചാരിച്ച പോയിന്റിൽ അമ്മ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച്. അത് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കൽ കഴിഞ്ഞതിന് ശേഷം ചീത്തവിളി തുടങ്ങി. ആദ്യത്തെ റൗണ്ട് കരച്ചിൽ പോയിട്ടില്ല എന്നുള്ള ഇതിൽ മനസ്സിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ചതാണ്. ഫുൾ കെട്ടിപ്പിടിച്ചു. അപ്പൊ എനിക്ക് കുറ്റബോധം, ഞാൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, എന്റെ വീട്ടുകാരെ ഉപേക്ഷിക്കും. നല്ല മനുഷ്യരായിരുന്നു, വെറുതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ചേട്ടനും ഏകദേശം ഒക്കെ കരഞ്ഞതായിട്ട് അത് കഴിഞ്ഞ് ചീത്തയൊക്കെ പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചീത്ത പറഞ്ഞോണ്ട് കൊണ്ടുപോയിട്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ പണ്ടെടുത്തിട്ട് അമ്മയ്ക്ക് പെണ്ണ് വേണമെന്ന് വെച്ച് അവിടെ അമ്മ ഫ്ലാറ്റായി. ഞാൻ ആ കിട്ടിയ പെണ്ണ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഭയങ്കര ക്യൂട്ട് സീൻ ആയിരിക്കും. അതായത് ചേട്ടൻ ഇപ്പോഴാ സീൻ പറയും ഞാൻ ആ പെണ്ണ് കൊടുത്തില്ല. പുള്ളിയുടെ കഥയിൽ മറ്റേ പുള്ളി പർപ്പസ്ഫുള്ളി പോയതല്ലല്ലോ, പെട്ടുപോയി മറ്റേ മൊത്തം കൺഫ്യൂഷൻ. പക്ഷെ ഇത് മനഃപൂർവ്വം 4ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഒളിച്ചോടിപ്പോയി കൂട്ടുകാരുണ്ട് എൻ്റെ. ഇവനാണെങ്കിൽ രാവിലെ എന്നിട്ട് ഇവനെങ്ങനെയാ പറഞ്ഞു, ആരോ പറഞ്ഞു ഇവന് പത്രം വായിക്കണം. അപ്പം ഇവന് ഇപ്പൊ തന്നെ അത്ര പറയാം. അപ്പൊ അവനാണെങ്കിൽ ഇവനെങ്ങനെയാ അറിഞ്ഞു ഇന്ന് നടക്കുന്ന ക്രിക്കറ്റ് കളി ബോംബെയിലാണ് നടക്കാൻ പോണെന്നുള്ളത്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ രാവിലെ അറിഞ്ഞു. അപ്പൊ ഉച്ചയ്ക്ക് 2 മണിക്ക് കളി. അപ്പൊ ഇവര് കൂട്ടാനോട് സ്കൂളിൽ പോകുമ്പോൾ ഇവന്മാർ ഒരുമിച്ചാ പോവാണ്. അവിടെ വെച്ച് പറഞ്ഞു പ്ലാൻ ചെയ്തു ഇതുപോലെ ഇന്ന് ബോംബെ കളി നടക്കുന്നു, ഞാൻ പോകുന്നുണ്ട്, നീ വരുന്നു. അപ്പൊ അവൻ പറഞ്ഞു പോവാണ്. എന്താ നമ്മള് ഇവന്മാര് കണ്ണൂരാണ്. അവൻ്റെ കൂടെ അവൻ MBA-ലാണ് പഠിച്ച്. നമ്മള് അടുത്തടുത്ത റൂമിലായിരുന്നു. മംഗലാപുരത്തുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും
ഇവൻ ഇതുപോലെ ഇവരും രണ്ടുപേരും കൂടെ എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കാണുന്നവരോടൊക്കെ ചോദിക്കും ബോംബെക്കുള്ള ട്രെയിൻ എപ്പോഴാന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ഇവൻ ബുദ്ധി വെച്ചത് പറഞ്ഞു മറ്റേ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുക്ക പോയി ചോദിച്ചു കഴിഞ്ഞാൽ സാധനം മനസ്സിലാന്ന് പറഞ്ഞു ഇവർ അവിടെ കയറിയിട്ട് സാർ ഈ ബോംബെ രണ്ടുപേര് യൂണിഫോമിൽ ടൈയും ബാഗൊക്കെ ഇട്ടിട്ട് പോയിട്ട് ബോംബെക്കുള്ള ട്രെയിൻ എപ്പോഴാന്ന്. അപ്പോൾ ഞാൻ എവിടെ പോരാ ക്രിക്കറ്റ് കളി കാണാനാണ്. അതൊന്ന് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് വന്ന് രണ്ടിനും നോക്കി വീട്ടിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ID കാർഡെല്ലാം നോക്കി അഡ്രസ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചിട്ട് പറഞ്ഞിട്ട് അതിനെ നമ്മളിപ്പോഴും പറയും പറ്റേ ഡോണ പണ്ട് ബോംബെ പോയിട്ട് വന്നേക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയെന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ബെല്ലാരി രാജ ലെവലിൽ വന്നു. ഈ 4ാം ക്ലാസ്സിൽ ബോംബെക്ക് പോയതൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ദ വേൾഡ് ഫാന്റസി സാധനമാണല്ലോ. ഞാൻ LKG UKG സമയത്ത് എനിക്ക് അപ്പോഴല്ല, ഞാൻ ഇപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഔട്ട് ഓഫ് ദ വേൾഡ് സാധനമായിരുന്നു. എന്നെ UKG-ലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതാ ഞാൻ സാധാരണ ആൾക്കാർ ഈ വഴിക്ക് പോകണ ഞാൻ ഈ വഴിക്കേ പോകത്തുള്ളായിരുന്നു. അങ്ങനെ വാശിയുള്ള പോലായിരുന്നു പണ്ട്. ഇപ്പൊ UKG-ൽ ലിൻഡ ടീച്ചർ ആയിരുന്നു എന്റെ ടീച്ചർ. എന്റെ ലിൻഡ ടീച്ചർ എന്റെ സ്വന്തം. അപ്പൊ പരീക്ഷയ്ക്കാണ് ടീച്ചർമാരെ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ടല്ലേ, ഇവർക്ക് എന്തൊക്കെ ട്രോമ. അപ്പൊ നിന്നെ സ്കൂളിൽ നിന്ന് വീട്ടുകാർക്ക് കാണാതാകുന്നവരെ എന്നെ ക്ലാസ്സിൽ നിന്ന് കാണാതാകുമായിരുന്നു. ഞാനാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് നടന്നിട്ടിരിക്കും. ഞാനിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കുഞ്ഞല്ലേ അത്യാവശ്യമായിരിക്കും പോവാൻ. ഞാനിങ്ങനെ ഇറങ്ങി പോയിട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കുറെ മരങ്ങളുണ്ടാവും. ഞാൻ മരത്തിന്റെ തണലിലൊക്കെ പോയിരിക്കും. ഞാൻ ഇങ്ങനെ മരത്തിന്റെ തണലിലൊക്കെ പോയി ഇങ്ങനെ മേളിലൊക്കെ കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കും. കോമഡി എന്ന് വെച്ചാൽ ക്ലാസ്സിനകത്ത് ഫാനുള്ള ക്ലാസ് അന്നൊക്കെ കിൻഡർ ഗാർട്ടൻ മോഡൽ LKG UKG സ്കൂളിൽ ഒന്ന് ഇളം കാറ്റടിച്ചാലും മൂത്രം പോകും. എനിക്ക് ഈ കാറ്റ് പറ്റത്തില്ല. ഞാൻ ആ വെളിയിൽ പോയിന്ന് വട്ടയ മരം അങ്ങനെയുള്ള മരത്തിന്റെ അടിയിൽ പോയി ഇങ്ങനെ ഓരോ മരത്തിന് ഇച്ചിരി 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 എവിടുന്ന് മൂത്രം അടിക്കുന്നൊന്നുമില്ല, വെറുതെ പോയിരുന്ന് കാറ്റ്. ഒരു കാര്യം പൊക്കി നിൽക്കണം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നതിന്റെ വലിപ്പം. സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ വരുന്നത് തിരിച്ചു പോകുമ്പോൾ ആ സിഗ്നൽ കണക്ട് ചെയ്താൽ വീട്ടിൽ പോകണം. മണത്ത് ഇത് തിരിച്ച് ഞാൻ ആദ്യമൊക്കെ പെട്ടെന്ന് പോയി കുറെ നേരം ഇരുന്ന് തിരിച്ചു പോകുമായിരുന്നു. ബോംബെ പോയി ഇറങ്ങിയതാണ്, അവിടെ പന്തളം എത്തിയപ്പോ തീർന്നു. ഇല്ലടാ, സ്കൂളിൽ നിന്ന് തൊട്ടപ്പുറത്ത് കോമ്പൗണ്ടിനകത്ത് തന്നെ പോകുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ഇത് ട്രിപ്പിംഗ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 5-10 ആയി, 10-15 മിനിറ്റായി, 15-20 മിനിറ്റ് പോയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല, പൊക്കോട്ടെ. അവസാനം ഒരു ദിവസം കാണാതായിട്ട് ടീച്ചർ തപ്പിച്ചെല്ലുമ്പോ ഒരു മരത്തിന്റെ മേളിൽ നിന്ന് വെള്ളം വീഴുന്നു. അതൊക്കെ മരത്തിന്റെ മേളിൽ കയറി മാത്രമേ ടീച്ചർ തപ്പി വന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയിപ്പോ ടീച്ചറിന് മനസ്സിലാവില്ല ഇത് പ്രശ്നമാണ്, കാരണം ഇവൻ വരുന്നില്ല. 20 മിനിറ്റ് കണ്ട് ഇത്ര മൂത്രം വെച്ചാ എന്താ അല്ല മുദ്ര ഇതല്ലേ. ടീച്ചർ വന്നപ്പോ ഞാനൊരു മരത്തിന്റെ അടിയിൽ സുഖമായിട്ട് ഇങ്ങനെ കാറ്റ് കണ്ടിങ്ങനെ മനോരാജ്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കും. ഞാൻ UKG പഠിക്കുമ്പോൾ എന്തൊരു സമാധാനം. സ്ട്രെസ് എനിക്ക് പറ്റുന്നില്ല. നീ എന്തെടുക്ക, ഞാൻ കാറ്റ് കൊള്ളാൻ വന്നിരുന്ന മിസ്. അകത്തെ ഫാനുള്ള ക്ലാസ്സിൽ ഞാൻ പുറത്തിറങ്ങി കാറ്റ് കൊള്ളാൻ പോയിരുന്നായിരുന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ റിപ്പോർട്ട് ചെയ്തു സാധനം ടീച്ചർ. ഇവർ സ്ഥിരം എന്നും മൂത്രം ഒഴിക്കാൻ പോകുന്നുണ്ട്, പോയാൽ തിരിച്ചു വരത്തില്ല, ഈ മരത്തിന്റെ അടിയിൽ പോയിരിക്കില്ലാന്ന്. പിന്നെ കുറെ നാൾ വീട്ടുകാർ അത് വന്ന് എന്നെ കളിയാക്കുമായിരുന്നു, മരത്തിന്റെ അടിയിൽ കാറ്റ് കൊള്ളാൻ പോയതെന്ന്. ഞാൻ ചിലപ്പോൾ ഇരുന്നാന്നെ വല്ല ബുദ്ധനൊക്കെ ആയെന്ന് എനിക്ക് മരവാണം അന്ന് പറഞ്ഞ മരവാണപ്പഴങ്ങൾ ഇവനാണ് ആ മരവാണം. പക്ഷെ ആ ഇരുന്നാണെങ്കിൽ അധ്യാപകരെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു മനുഷ്യനായേനെ. നമ്മള് ലഞ്ച് കഴിഞ്ഞിട്ട് ഫുഡ് മറ്റേ അവിടുന്ന് പാത്രം കഴുകാൻ മറ്റേ അവിടുത്തെ വാഷ് ഏരിയ ഒന്നും പോയില്ല. നമ്മൾ നടന്ന് പുറത്ത് പോയി ആറുണ്ട് സ്കൂളിൻ്റെ അടുത്ത്. എന്നിട്ട് ആറ്റ് തീരത്തൊക്കെ പോയിട്ടൊക്കെയാണ് പാത്രം കഴുകുന്നത്. അങ്ങനെ പോകരുതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോകും, ഒരു ത്രില്ല്. എന്നിട്ട് അച്ഛനാണ് എപ്പോഴും പറയും നമ്മൾ കഴുകാൻ പോകുന്നത് ബോട്ട് ചെട്ടിയുടെ അവിടെയാണ്. അപ്പോൾ ബോട്ട് ചെട്ടി എന്ന് പറയുമ്പോൾ ബോട്ട് ചെട്ടിയിൽ ബോട്ട് വന്ന് അടുക്കേണ്ടതുകൊണ്ട് എക്സ്ട്രാ അവിടെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെങ്ങിന്റെ ഹൈറ്റ് ആഴമൊക്കെ കാണും ചിലപ്പോൾ എന്നാണ് പറഞ്ഞേക്കുന്നത് അച്ഛൻ. പക്ഷെ ഞാൻ ഒരു ദിവസം ശരിയാണോ നോക്കി പുറകിൽ നിന്ന് ഏതൊരു തെണ്ടി പിടിച്ച് തള്ളി. ഞാനാണെങ്കിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പിന്നെ സീനിൽ വെള്ളമാണ് ആ പാട്ടൊക്കെ നടക്കുന്ന സമയം. ഇതിനകത്ത് പോണ പോലെ ഞാൻ വെള്ളത്തിൽ കൂടെ താഴോട്ട് പൊക്കോണ്ടിരിക്കും, നീന്താനും ഇറങ്ങിവിടാ. വെള്ളത്തിൽ ഇത് കുറെ നേരമായിട്ട് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, പൊങ്ങുന്നില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു പൊങ്ങി വന്നു. മേളിൽ വന്നപ്പോൾ എല്ലാവരും കണ്ടു. അപ്പോൾ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, ഇവന്മാർക്ക് ഇത് അറിയാവുന്ന എനിക്കറിയത്തില്ല ഒക്കെ ചിന്തിക്കുക. ഞാൻ ശരിക്കും ജീവിതത്തിൽ മറ്റേ ആൾക്കാർ നീന്താൻ അറിഞ്ഞൂടാ അല്ല ആൾക്കാർ അറിയില്ലേ, നമ്മൾ മരിക്കാൻ പോണ സമയത്ത് കുറെ ഫ്ലാഷ് കുറെ ഇമേജസ് വരും എന്നുള്ള സാധനം. അതുപോലെ എനിക്കിങ്ങനെ അച്ഛൻ്റെ വരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് ഈശ്വര മരിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ മുഖത്തെങ്ങനെ തോന്നും. കാരണം അച്ഛൻ പല തവണ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങരുത്, അത് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ കുറേ ദൂരം അച്ഛൻ പറഞ്ഞു ശരിയാണ് തെങ്ങിൻ്റെ കയറ്റായെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് തിരിച്ച് പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര രസമുണ്ട്, മേലോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും പേടിയാണ്, കാരണം സ്ലാബിൻ്റെ അടിയിൽ പോണ മേളിൽ ഇടിച്ച് നിൽക്കും, ഡയറക്ഷൻ മനസ്സിലാവില്ല വെള്ളത്തിനടി. പക്ഷെ പൊങ്ങിയത് കറക്റ്റ് അവിടെ തന്നെ.
അപ്പൊ ഇവന്മാരെല്ലാരും നോക്കി നിൽക്കുക, കുറെ സാധനം പോയിട്ട് കാണുന്നില്ല എന്നുള്ള ഇതില്. അപ്പൊ എനിക്ക് വെപ്രാളമല്ലോ, അപ്പൊ ഞാൻ രക്ഷപ്പെടുത്തോണ്ട് കൈ കാണിച്ചപ്പോഴത്തേക്ക് ഈ പറഞ്ഞ വിഷ്ണു ഓരാ തള്ളിട്ട് കരക്കി നിന്നുകൊണ്ട് അവനപ്പം തന്നെ അറിയണം. ഞാൻ വീണ്ടും മുങ്ങിപ്പോയി, എന്തൊരു തെണ്ടിയാ. അപ്പൊ അവസാനം രണ്ടാമത് മുങ്ങിയപ്പോ ഒരു കൂട്ടുകാരൻ കൈ കയറി പിടിച്ച് വലിച്ച് മേളി എടുത്ത് പാത്രമൊക്കെ മറ്റടിയിൽ പോയി ഒരു ചെരുപ്പൊക്കെ ഒഴുകി പോണു കാണാം. എന്നിട്ട് അവസാനം ഞാൻ റോഡിൽ കൂടെ നമ്മളൊരു 5-8 പേര് നടക്കുന്നതിനകത്ത് നടുക്ക് ഞാൻ മാത്രം നനഞ്ഞ് ഇങ്ങനെ നടന്ന് റോഡിൽ കൂടെ നടന്ന് ക്ലാസ്സിൽ കയറി നനഞ്ഞിരിക്കും. പിന്നെ പിള്ളേർ ബാസ്കറ്റ് ബോൾ ഉണ്ട് നമ്മുടെ സ്കൂളിൽ, അപ്പൊ അത് കളിക്കാൻ വേണ്ടി ഈ ജേഴ്സി ഒക്കെ ആയിട്ട് വരുന്നവന്മാരുണ്ട്. അപ്പൊ ടീച്ചർ വന്നിട്ട് ഒരുതിൻ്റെ ജേഴ്സി മേടിച്ച് തരാൻ പറഞ്ഞ് അങ്ങനെ ബാത്റൂമിൽ ഇട്ട് മറ്റേതെല്ലാം കോർട്ടിൽ ഉണങ്ങാനിട്ട് എന്നിട്ട് ജേഴ്സി ഇട്ടോണ്ട് ക്ലാസ്സിൽ മറ്റേ ജഗതി മറ്റേ വേറെ കളർ ഇട്ടിരിക്കില്ല, ചുമല ജേഴ്സി മഞ്ഞ നിക്കറൊക്കെ ഇട്ടിട്ട്. അപ്പൊ എല്ലാവരും ടീച്ചർമാർ എന്താ നീ ബർത്ത്ഡേ ആണോ ജേഴ്സി ഇട്ടോണ്ടൊക്കെ ഇരിക്കും 7. എന്റെ കൂട്ടുകാരൻ ബിനു പറയും, ഈ സ്കൂളില് ബാക്കി എല്ലാരും യൂണിഫോം നമ്മുടെ ഒരു ടൈമിലുള്ള പാന്റിന്റെ ഫാഷൻ എന്ന് പറഞ്ഞത് നീല അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ഗ്രേ, ഈ ഒരു കളറായിരുന്നു ഒരു കാലത്ത്. പിന്നീടാണ് പെട്ടെന്ന് ഈ മഞ്ഞ പച്ച ചുവപ്പൊക്കെ വന്നിരുന്നത്. അപ്പൊ ഈ മഞ്ഞ പച്ച ചുവപ്പൊക്കെ ജീൻസ് ഇട്ട് പിള്ളേരാണ്. എന്റെ കൂട്ടുകാരൻ മീനുണ്ട് എഡിറ്റർ, അവൻ ഇവരെ കാണുമ്പോൾ വെറുതെ ചിരിക്കും. അപ്പൊ നീ എന്തുകൊണ്ടാ ചിരിക്കണത്? അതെ എനിക്ക് ഈ പിള്ളേരെ ഞാൻ എഡിറ്ററാണല്ലോ കട്ട് ചെയ്ത് അല്ല, എനിക്ക് ഈ വേറെ കളറിലുള്ള ഇതിട്ട് വരുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇങ്ങനത്തെ നമ്മൾ കണ്ടുപരിചയമില്ലാത്ത കളറിലുള്ള പാന്റ്. അതെന്താന്ന് ചോദിച്ചപ്പോ പറയുന്നത് അവൻ പഠിച്ച കോൺവെന്റ് സ്കൂളില് പിള്ളേരാരെങ്കിലൊക്കെ ട്രൗസറില് കാര്യം സാധിക്കും. അപ്പൊ അവിടെ നിന്നൊരു ട്രൗസർ അവർ ഇടിച്ചു കൊടുക്കും. അത് ഇതുപോലത്തെ ഒരു കാക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറായിരിക്കും. അപ്പൊ അവൻ ഈ കളർ പാന്റ് കാണുമ്പോ അത് ഓർമ്മ വരാണ്. ഈ കളർ പാന്റ് ഉള്ള ഒരാളുണ്ട് ഇവിടെ. നമുക്ക് ആ ബ്രേക്ക് യൂസ് ചെയ്യാം. നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നില്ലായിരുന്നു. ആ ബ്രേക്ക് എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഒന്ന് ക്ലാസ്സിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ എവിടെയും ചിരിച്ചായിരുന്നു. ഇവ ഇത്രയും വലിയ ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയതാ. അവന്റെ പണ്ടേയുള്ള ശീലമായിരുന്നു പ്രയോറിറ്റി. അനീസൊക്കെ UKG ചെയ്ത കാര്യം പുള്ളി 30ാമത്തെ വയസ്സിൽ ഇവിടെ മറ്റേതൊന്നാണ്. അല്ല, അവനത് പണ്ടുമായിട്ട് ചെയ്ത ശീലമല്ലേ? പറയൂ ദീപക്, നിന്റെ ബാത്റൂം എക്സ്പീരിയൻസ് ക്ലാസ് റൂമിനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് പണ്ടേ ബാക്കിയുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ്. എന്താണെന്ന് കഴിക്കണതിനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത്. അല്ല, ഇത് അവിടുന്നാണല്ലോ ഈ പ്രോസസ് തുടങ്ങുന്നത്. കഥ അവിടുന്നാണ് ആരംഭിക്കുന്നത്. ഞാനെന്തെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ അങ്ങനെ പറയില്ലായിരുന്നു. പിന്നെ ചീത്ത പിന്നെ എനിക്ക് നല്ല സൈസും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഭക്ഷണം ഭയങ്കര, പിന്നെ എന്റെ അകത്തുള്ള പാർക്കിംഗ് സെൻസർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കഴിച്ച് എവിടെയാണ് ലിമിറ്റ് എന്നുള്ള സാധനം അറിഞ്ഞുകൂടാ. കഴിച്ചുകൊണ്ടിരിക്കും, തീരണ വരെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ അവസാനം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പീസ് എക്സ്ട്രാ ഒക്കെ വെക്കും അമ്മമാര്. കാരണം ഞാൻ എന്തായാലും കഴിക്കും, അവർക്ക് കൊടുക്കൂല. അതിന്റെ സത്യം, ഞാൻ ഏറ്റവും അവസാനം എന്റേത് എടുക്കുള്ളൂ, എല്ലാം തീർക്കുക എന്നുള്ള വന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് കുറെ കഴിക്കും. ഉച്ചക്ക് അങ്ങനെ കുറെ കഴിക്കാം. നമുക്ക് കുറെ കഴിച്ച് കഴിയുമ്പോ പിന്നെ നമുക്കാണെങ്കിൽ രാവിലെ കുറെ കഴിച്ചതിന്റെ ഉച്ചക്ക് കുറെ കഴിച്ചു കഴിഞ്ഞാൽ 12:30 കുറെ കഴിച്ചു കഴിഞ്ഞാൽ 3:30 വരെ സ്കൂളുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങുമല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോ സാധാരണ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ പറയും കുറച്ചുകൂടെ നേരം ഇരിക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും വിശന്ന് തുടങ്ങും. ഇത് താഴ്ഭാരം മേൽഭാരം കൂട്ടണമെന്നാണ് ശാസ്ത്രം. ഇറങ്ങി അപ്പ കേറണം. അപ്പൊ സാധാരണ പിടിച്ചു വെക്കും. ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ദിവസത്തില്, എനിക്ക് 6ാം ക്ലാസ്സില് എന്നുവെച്ചാൽ നമ്മുടെ സ്കൂളില് 5 കഴിഞ്ഞ് എനിക്ക് ആ ഗേറ്റിന്റെ സെൻസർ കംപ്ലൈന്റ് ഈ നമുക്ക് ഞാനൊക്കെ 4ാം ക്ലാസ് തൊട്ടേ പാന്റ് ഇട്ട് തുടങ്ങിയ പിള്ളേരാ. കാരണം മടിക്കുമ്പോ മറ്റേ പടം ഇതില് ഇന്റർവ്യൂല് ഗീത പറഞ്ഞോളൂ, ഇതിലാണ് നീ ഏറെ കയറാൻ പോകുന്നത്. 4ാം ക്ലാസ്സിൽ പിടിക്കുമ്പോ പാന്റ് ഇട്ട് നമ്മളും പാന്റ് ഇടാറുണ്ട്. പാന്റിന് വേറെ ഇടുന്ന കാര്യമാണ്. അത് നമ്മള് നേരത്തെ പാന്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം 6ാം ക്ലാസ് വരെ ഇങ്ങനെ, പിന്നെ എനിക്ക് കൺട്രോളായി, കുറച്ചുകൂടെ കൺട്രോളായി. പക്ഷെ 6ാം ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്. അല്ല, 6ാം ക്ലാസ് വരെ എന്ത് സംഭവിക്കുമായിരുന്നു? ഫുഡിന് കൺട്രോൾ പിന്നെ ഉണ്ട്.
നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ കുറെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുന്നല്ലോ. അത് പ്രശ്നമുള്ളല്ലോ കഴിച്ചാൽ ചിലപ്പോ കോമ്പിനേഷൻ കഴിച്ചല്ലോ 4-5 സംസ്ഥാനക്കാരുടെ ഭക്ഷണമല്ലേ കഴിക്കുന്ന. അകത്ത് അടിയൊക്കെ ഉണ്ടാവും ചിലപ്പോ. ബിരിയാണി തൈര് സാധനം തരുന്നവര് പലരും നല്ല മനസ്സോടെല്ലാം കൊടുക്കുന്നത് പണ്ടാറക്കാലം തിന്ന് പോരാതെ അവരുടെ വീട്ടുകാർ ജപിച്ചിട്ട് ഒരു സാധനം വെക്കണുണ്ട്. അപ്പൊ ദീപമൊക്കെ ഈ ചിക്കൻ ഫ്രൈഡ് അടിയിൽ ഒരു കെട്ടും നൂലും ഒക്കെ ഉണ്ടല്ലോ. മാറിപ്പോയിരിക്കാല്ലേ മുട്ട പുഴുങ്ങിയത് അതും ചിത്രപ്പണികൾ. അല്ല എനിക്ക് ജനറലി പിള്ളേർക്ക് എൻ്റെ അടുത്ത് ഒരു ദേഷ്യം കാണുമായിരുന്നു. ടീച്ചർമാരുടെ പെറ്റ് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. കിട്ടിക്കഴിഞ്ഞാ ഇംപ്രസ് ചെയ്യാ പഠിപ്പുകളെന്നും അതെ അതെ. ഇന്ത്യയിലൊരു പഠിപ്പിയായ ഭയങ്കര മോശം ഡിഫോൾട്ട് സെറ്റിംഗിൽ അതെ നല്ലപോലെ പഠിച്ചാലും തെറ്റി. എന്നിട്ട് 6ാം ക്ലാസ്സിൽ അന്നിരുന്നാൽ എന്നിപ്പോ പാൻറ്റൊക്കെ ആയി. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനങ്ങനെ അപ്പൊ ഒരു 12:30 1:30 1:45 ആയപ്പോ അല്ല നമ്മള് 1:45 ആയപ്പോ ഇങ്ങനെ അപ്പൊ നമുക്ക് എന്തോ ക്ലാസ്സിലെല്ലാവരോടും 1:45 ആയപ്പോ നമുക്ക് ആണെങ്കിൽ ചെറുതായിട്ട് പോയി. അപ്പൊ നമുക്കൊരു ധർമ്മസങ്കടമാണല്ലോ പോയത്. ഞാനിപ്പോ പറയണോ അതോ ഇതൊന്ന് കൺട്രോൾ ചെയ്യാമോ എന്നുള്ള. ഇങ്ങനെ കൺട്രോൾ ഇല്ല കുറച്ചേ പോയിട്ടുള്ളൂ. ഇത് പറയാറുള്ളതായോ അത് കുറച്ച് പോയി. അപ്പൊ എന്തായാലും തന്നെ ഇനി കുടിച്ചു ബാക്കി അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോ കുറച്ചുകൂടെ പോയി. പാന്റ് ആണല്ലോ, പാന്റ് ആകുമ്പോ കപ്പാസിറ്റി ഡബിൾ. അതിന് പിന്നെ കൊറേ പിന്നെ അവസാനം അപ്പോഴത്തേക്ക് 2:30 3 സ്കൂൾ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചോണ്ടിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ടാണ് പിന്നെ മാറിയത്. അപ്പൊ ഈ പിള്ളേർക്കൊക്കെ മറ്റേത് പിന്നെ അവര് അവോയ്ഡ് ചെയ്യും. ഇവനെ ഇതാക്കണ്ട. 2ാം ക്ലാസ്സിൽ ചേട്ടാ പാനി തൂറി പട്ടി. അതല്ല ഞാൻ ഇപ്പൊ ഭരതനാട്യം കളിക്കുന്നു. എന്റെ നടപ്പിലൊരു മാറ്റമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തന്നേ. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ഒരു ബുദ്ധിജീവി. അതായത് ഈ കഥ എപ്പോഴും നടക്കുന്നത് 7ാം ക്ലാസ്സിൽ. ഈ സെയിം കഥ എനിക്ക് LKG-ലൊക്കെ ഉണ്ട്. LKG-ലെ ലഞ്ച് ബ്രേക്ക് ഇല്ലേ, അതിന് കിടന്നുറങ്ങിട്ട് എഴുന്നേക്കുമ്പോ എങ്ങനെ സംഭവിക്കട്ടെ. ഇല്ല സാധാരണ പിടിച്ചത് ആരോ ഇട്ട് വെച്ചിട്ട് പോണതാണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഉച്ചയായി കഴിഞ്ഞാൽ നമ്മള് പാന്റിന് നിൽക്കുന്നതൊക്കെ ആരോ ഇവിടെ കണ്ടു പഠിക്കണോ ചോദിച്ചിട്ട് മരത്തിന്റെ കൂട്ടി കുരിച്ചിട്ടിട്ട് പോവല്ലേ. ഇവിടുത്തെ ക്ലാസ്സിലെ ഫാനൊന്നും അല്ല. അല്ല എനിക്ക് സാധാരണ പിടിച്ചു ശീലമുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തെറ്റിപ്പോയി. ഞാൻ എല്ലാ 15 മിനിറ്റ് ചിന്തിക്കുന്നുണ്ട് പോണോ വേണ്ടയോ. കാരണം പോണ ഒരു ആൾക്കാർ ഇവൻ ഭയങ്കര ബുദ്ധിയല്ലേ, ക്ലാസ്സിൽ എടുക്കുന്ന മിസ്സായാലും. അതല്ല ക്ലാസ്സിൽ ഇരുന്ന് നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് ചോദിക്കാൻ ഭയങ്കര ഒരു മടിയുണ്ട്. പിന്നെ ഇത്ര നാളെ കഴിയില്ലല്ലോ. ഇല്ല അത് അപ്പൊ നമ്മൾ ഓർക്കത്തില്ല. ഇതാണ് ഇപ്പൊ ജോൺ പറഞ്ഞ ചെറുപ്പത്തില് നിക്കറി തൂറാത്തവരാരും ഉണ്ടാവത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാനും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല അല്ലല്ല എല്ലാം കഴിക്കണം അതിന്. അല്ലെങ്കിൽ തന്നെ 2 മാസം ഉപയോഗിച്ച് പേസ്റ്റ് പോലെ ജോണെ ബോഡി അച്ഛൻ തേഞ്ഞു പോയത്. അല്ല എന്റെ അച്ഛൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. അല്ല എന്നെ രാവിലെ ഇതൊരു കുളിപ്പിക്കുമ്പോഴേ ചോദിക്കും രാവിലെ ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ കഴിക്കുന്നില്ല. അപ്പൊ പ്രോപ്പറായിട്ട് രാവിലെ തന്നെ ബാത്റൂമിൽ പോയാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ രാവിലെ എനിക്ക് അങ്ങനെ കാരണം എഴുന്നേറ്റ് ഇത്ര സമയത്തിനകത്ത് പ്രോസസ് നടക്കണ്ടേ.
അപ്പൊ എനിക്ക് പോകാനൊക്കെ മടിയായിരുന്നു കൊച്ചില്. പക്ഷെ അച്ഛൻ എപ്പോഴും കുളിപ്പിക്കാൻ നേരത്തൊക്കെ ചോദിക്കും ബാത്റൂമിൽ പോയില്ല, കള്ളം പറയാനും വരും പണ്ടാരം. അതപ്പോ അങ്ങനെ പിന്നെ അത് 2 നേരം ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു സാധനം ശീലമാക്കി. അപ്പൊ അതുകൊണ്ട് ശരിക്കും അതെനിക്ക് ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദീപകുമാർ ആദ്യം സീനിയർ 6ാം ക്ലാസ്സിൽ എത്തിച്ചത്, ബാക്കി എല്ലാവരും മിക്കവാറും എല്ലാവരും ഇരിക്കുന്ന കുട്ടികൾ. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഞാൻ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുകയാണ്. അതായത് നമുക്ക് 5ാം ക്ലാസ് തൊട്ട് ആ ബാച്ചിൽ ഏറ്റവും പെർഫോമിംഗ് സ്റ്റുഡന്റ് എനിക്ക് ആക്ച്വലി ആദ്യം സ്കോളർഷിപ്പ് കിട്ടിയപ്പം നമുക്ക് പിന്നെ അസംബ്ലിയിൽ അനൗൺസ് ചെയ്യണം. പക്ഷെ അതിന് 2-3 ദിവസം മുമ്പ് നമുക്കറിയാം. അപ്പൊ ഞാൻ അപ്പൊ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ ബാക്കിയുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് തിന്നണയൊക്കെ നിർത്തണമല്ലോ, എന്റെ ഇമേജ് മാറ്റേണ്ട ടൈം ആണല്ലോ. അപ്പൊ ഒരു ചിന്ത വരും, ഞാൻ ഈ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കുന്ന അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു ഈ സ്കൂളിൽ. പക്ഷെ കയ്യിൽ നിന്ന് പോയി. ഒരു ദിവസം എല്ലാം അങ്ങനെ പിള്ളേർ എന്തിനാണ് സ്കോളർഷിപ്പ് ഇട്ട് സ്നാക്കി മേടിക്കാനാ? കയ്യിൽ നിന്നല്ലോ പോയത്, ഒരു ദിവസം കയ്യിൽ നിന്ന് പോയത്, കയ്യിൽ നല്ലല്ലോ പോയത്, പിന്നീട് പോയി. അല്ല കുഴപ്പമില്ല. 6ാം ക്ലാസ്സിൽ നമുക്ക് ദീപുവിന്റെ കേസിൽ 4 വയസ്സിന്റെ ഡിഡക്ഷൻ കൊടുക്കാം. എനിക്കൊന്ന് 4ാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേരെല്ലാവരും 4ാം ക്ലാസ്സിൽ സ്കൂളിൽ എനിക്ക് കമ്പനിക്ക് ഒരാളുണ്ടായിരുന്നു ഇതേ കഥ ഷെയർ ചെയ്യുന്നുണ്ട്. ഇല്ല പിള്ളേർ പറയത്തില്ല, അതാണ് ഇവനിപ്പോ പറഞ്ഞിട്ട് അത് അവനത്രയും ഓപ്പൺ മെന്റാലിറ്റി തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ആൾക്കാർ ഇത് പുറത്ത് പറയത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു മിക്കവാറും പിള്ളേരെല്ലാവരും അത്യാവശ്യം മുള്ളുകയും ട്രൗസർ ചെയ്യുന്നതാണ് സ്കൂളിനകത്ത്. മറ്റേ നമ്മുടെ കിൻഡർ ഗാർട്ടൻ LKG 1ാം ക്ലാസ് ആ സമയത്തൊക്കെ ഇല്ല, ഈ ഫുഡ് പോയ്സണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ചോദിക്കാൻ വലിയ മടിയാണ് നമുക്ക്. പല കാര്യങ്ങളും സ്കൂളിൽ ഒരു പ്രോപ്പറായി ആസ്കിങ് എന്നുള്ള സാധനം ഭയങ്കര മടിയാണ്. എനിക്ക് ബാത്റൂമിൽ പോട്ടെന്ന് ചോദിക്കാൻ എടുക്കണ വിഷയത്തിന് സംശയം ചോദിക്കാൻ മടിയാണ്. പിന്നെ തലയായിരുന്നു താരം വെച്ചോണ്ടിരുന്നത്. നമ്മുടെ ആ പേരന്റിങ് ടീച്ചിങ് മൊത്തം ഈ പറയുന്നത് എല്ലാം വെൽക്കമിങ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ളു തുറന്ന് പറ, ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്നൊരു സാധനം നമ്മുടെ സമയത്തില്ല, പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴും പേടിയായിരുന്നു. അല്ല ഇപ്പൊ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിള്ളേർ ഇപ്പോഴും നമുക്കങ്ങനെ പ്രശ്നമില്ല. പിള്ളേർ എന്തുകൊണ്ടാണ് ഇപ്പോഴും പേരൻസിനോട് പറയാതെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ള സാധനങ്ങൾ? അതായത് ഇത് ചെറുപ്പത്തിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ശരിക്കും ഒരു സാധനം ചെയ്യുമ്പോ അല്ലെ ഒരു തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയാലും അത് ചെയ്യുമ്പോഴത്തെ അതിനെ കുറിച്ചല്ല ടെൻഷൻ. പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഇപ്പൊ തന്നെ നമ്മള് സ്ട്രഗിളിങ് ആണ്, നമുക്കും വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, നമ്മുടെ മുഖത്ത് അത്രയും ടെൻഷൻ ഉണ്ട്. അപ്പോഴും നമ്മൾക്ക് രണ്ടാമതൊരു ടെൻഷൻ കൊണ്ടാണ് വീട്ടുകാർ ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും. അത് ഭയങ്കര അടിപൊളി പ്രോപ്പർ പേരന്റിങ് ആണ്, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഇവരോട് എന്തൊരു കാര്യം പറ്റിയാലും ആദ്യം പറയാൻ പറ്റുന്ന സ്ഥലം വീടാണെങ്കിൽ പകുതി പ്രശ്നം. ഞാനാണെങ്കിൽ എന്റെ വീട്ടുകാർ എനിക്ക് അത്യാവശ്യം എനിക്ക് അങ്ങനെ മോശം പേരന്റിങ് ഒന്നും അല്ലായിരുന്നു. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഇവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ഇപ്പം എനിക്ക് രാത്രിയിലൊക്കെ എനിക്ക് ഭയങ്കര പുഴുപ്പല്ലായിരുന്നു കൊണ്ട്. അപ്പോൾ പല്ലുവേദന വരും രാത്രി. അപ്പോൾ 1 മണിക്കൊക്കെ ഉണർന്ന് കിടക്കുന്ന വേദന എടുത്തിട്ട് പറയണമെന്ന് ആലോചിച്ച് ഞാൻ 2 മണിക്കൂറൊക്കെ കിടക്കും. അവസാനം ഒരു രക്ഷയില്ല, നമ്മൾ ഒരു 3-3:30 ആകുമ്പോഴാണ് വിളിക്കുന്നത് പതുക്കെ. മറ്റേ പല്ല് അത് പറഞ്ഞാൽ തന്നെ ഇവർ ആദ്യം ചെയ്യുന്നത് അച്ഛൻ തന്നെ പെട്ടെന്ന് എടുത്തോണ്ട് അച്ഛൻ മറ്റേ ദോശക്കല്ലൊക്കെ വെച്ച് ഉപ്പുകല്ലിട്ട് തോർത്തിനകത്ത് ചൂടാക്കിയിട്ടൊക്കെ ഇതുപോലെ പിടിച്ചൊക്കെ തരും. ചിലപ്പോൾ എടുത്തുകൊണ്ട് കിടക്കും. കുറച്ച് നേരം UKG-യിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ എടുത്തോടൊക്കെ കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ കിടത്തി ഉറക്കമൊക്കെ ചെയ്യും, അത്രയും കെയർ തരും. പക്ഷെ ഇവരുടെ ഉറക്കം കളയുമല്ലോ, ഇവർക്കത് ഇതാവുമോ. പിന്നെ ചിലപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞാൽ കേൾക്കൂല, മറ്റേ ഇത് കഴിക്കരുതെന്ന് വല്ലേക്കും അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയുന്നത് നമുക്കൊരു പേടിയാണ്. അതുകൊണ്ട് എനിക്കും സ്വന്തം അച്ഛനോടും അമ്മയോടും നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. പേടി ഉണ്ടാവുന്ന ഓപ്പണായിട്ട് സംസാരിക്കുക. ഇപ്പം നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആൾക്കാർക്കുണ്ട്, ചില സമയത്ത് ചിലർക്ക് കാണത്തില്ല. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറ്റാത്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ്. എല്ലാം പറയണമെന്ന് ഇപ്പം ചിലപ്പോൾ എല്ലാ പേരൻസിനോട് പറയാൻ പറ്റണമെന്നില്ല. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന പല കാര്യങ്ങളും വീട്ടിൽ പറയാൻ കൊള്ളത്തില്ല. അത് ശരിയാണ്. അല്ല ആ ഒരു സാധനം ജനറലി ഒരു കാര്യത്തിലും ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ പോലെ നമുക്ക് തോന്നാറുണ്ട്. അതായത് ഒരു കാര്യം പേരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റാഴിക, അത് പേടിച്ചിട്ടാവാം, ചിലപ്പോൾ അവർ ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അത് എങ്ങനെ പറയണമെന്ന് അറിയാത്ത. ഫ്രണ്ട്സിനോട് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സും അത് തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ എല്ലാവരും കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഇതൊരു വലിയ കാര്യമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് പോണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതേ ഉള്ളൂ. പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. ഒരു വിഷയം കിട്ടിയാൽ ഒരുത്തിനിട്ട് അടിക്കാൻ തുടങ്ങിയ ബാക്കി എല്ലാവരും കൂടെ നിന്ന് സ്പ്രെഡ് ചെയ്ത്. ഞാൻ പറഞ്ഞ നേരത്തെ ഇല്ല, നേരത്തെ ഞാൻ പിന്നെയും
എന്റെ ബോംബെ മറ്റേ കയറിപ്പോ കൂട്ടുകാരുണ്ടല്ലോ, ഇവന് ഇതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉള്ളതുകൊണ്ട് ഇവന്റെ കൊച്ചിലത്ത് വിളിപ്പേര് അപ്പീന്നായിരുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഇത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്ത് 4ാം ക്ലാസ് ആയപ്പോൾ സ്കൂൾ മാറിയിട്ട് വീട്ടിൽ നിന്ന് കുറെ ദൂരത്തുള്ള വേറെ സ്കൂളിൽ പോയി പഠിച്ചു. ഇവൻ മാറി അതേ വർഷം തന്നെ ആ സ്കൂളിൽ നിന്ന് ഒരുത്തം കൂടെ അപ്പുറത്ത് പോയി. അപ്പൊ ഇവൻ അവിടെ പോയിട്ട് ഈ കഥ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇവന്റെ ഒരു അപ്പിന്നാണ്. അപ്പൊ എല്ലാവരും അപ്പിന്ന് വിളിക്കാൻ. അപ്പൊ ഇവന് 2 വർഷം ഒരു കുത്തി പിടിച്ചിട്ട് ഇവൻ അടുത്ത സ്കൂൾ മാറി. അവൻ മാറിയപ്പോഴും ഒരുത്തൻ അവിടുന്ന് ആ സ്കൂളിൽ വന്നു. അവൻ ഇവിടെ ഫ്ലാഷ് ആക്കി അതെ അവസാനം +1 ഇവൻ കുറെ ദൂരത്ത് പോയി. അവിടെ ഇതുപോലെ ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അവൻ ഇത് മറ്റവൻ പറഞ്ഞറിഞ്ഞ് ഇവന്റെ ടോപ്പ് സ്റ്റോറി ഇപ്പോഴും ഇതാ ഹൈലൈറ്റ്. അതെ, എന്നിട്ട് അവന് +1 ഇതേ പേര്. ഡിഗ്രിയിൽ ഇത് MSc വന്നപ്പം ഇവന്മാരുടെ മറ്റേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് 2 പേരാണല്ലോ നമ്മുടെ കൂടെ ഉള്ളത്. അവന്മാര് ഇവനിങ്ങനെ വിളിക്കുന്നത്. നമ്മള് യൂണിവേഴ്സിറ്റി മൊത്തം ഇവനെ വിളിക്കും. കാരണം അത് ഇത് കൂട്ടുകാരായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണല്ലോ. അതായത് പറ്റൂല. അത് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, മടിക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പം നിക്കറിൽ അപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ഉള്ള പേരിന് ഇവന്റെ പിന്നാലെ പോവാത്തതിന്റെ കാര്യം എന്താ പറയും, അതിനെ റെസിസ്റ്റ് ചെയ്ത് ആ വിളിനെ ചിലപ്പോ അവൻ വിളിക്കുന്ന ഒരുത്തിനെ പിടിച്ചടിക്കും. അപ്പൊ സീൻ കുറെ കൂടി വലുതായി. അപ്പൊ ഇവന് കളിയാക്കാനോ അല്ലെങ്കിൽ ഇവന് എന്തെങ്കിലും ഹെർട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോ ഫസ്റ്റ് ഇതുവരെ അപ്പി വിളിക്കാന്നുള്ളതാണെന്നുള്ള സാധനം കിട്ടും. നമ്മൾ എത്ര സാധനത്തിന് റെസിസ്റ്റ് ചെയ്യണം, അതിന് ഇഗ്നോർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 4 വിളി നിന്നു പോകും. അതിപ്പോ നമ്മളത് നെഗറ്റീവ് കമന്റ് വരുമ്പോ റിപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നില്ല. ഇല്ല, അവൻ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത്. അവനിപ്പോ ഈ അപ്പി ഒരു കാര്യമായിട്ടുണ്ടല്ലോ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ ആ പോസിറ്റീവ് മൈൻഡ് ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഇത് എത്രയോ സംഭവം ഈ പറഞ്ഞ പോലെ എനിക്ക് ടീച്ചറെ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. അവിടെയും വേറെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പം നമുക്ക് അത്രയും തിരിച്ചറിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഭയങ്കര കുറവല്ലേ. അതായത് ബാത്റൂമിലൊക്കെ ചിലപ്പോൾ സ്കൂളിന്റെ കോമൺ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോയി ഡോർ അടച്ച് ഇരിക്കുമ്പോൾ ഒരു പേടി സാധനം കാണാം. അങ്ങനെ കുറെ ഇൻസൈഡ് പ്രശ്നങ്ങൾ നടക്കുന്നുള്ളൂ. ഭയങ്കര എനിക്ക് തോന്നുന്നില്ല ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി അത്രയും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടെന്നുള്ളതല്ലേ ആ ഒരു ചിന്ത. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് എനിക്കൊക്കെ ഞാനിപ്പോ കുറെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞാൽ പേടിച്ചായിരുന്നു എഴുന്നേറ്റോണ്ടിരുന്നത് അല്ലേ. എഴുന്നേറ്റില്ലെങ്കിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്തില്ലെങ്കിൽ അങ്ങനെ വന്നിപ്പം ഇപ്പൊ ശരിക്കും ജീവിതത്തിൽ പേടിയില്ലാത്ത ഒരു അവസ്ഥയിൽ കുറച്ച് ലോസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണ് പേടിച്ചല്ലേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഡെഡ് ലൈൻ ഒക്കെ ഇല്ലാത്തപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പേടിപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ യൂണിവേഴ്സ് കുറെ കാര്യങ്ങൾ ഫിയറിന്റെ പുറത്താണ്. ഒരു വലിയ ഫാക്ടർ ഫിയർ ആണ്. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടുകാരെ പേടിപ്പിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ചില പിള്ളേർ മറ്റേ ഒളിച്ചോടി പോകാനും പരിപാടിയൊക്കെ നോക്കുക. ഞാൻ പിന്നെ എനിക്ക് കൊച്ചിലെ കടയിൽ പോകണം എന്നുള്ളത് ഭയങ്കര എന്തോ, അച്ഛനാണ് വീട്ടിൽ നിന്ന് കടയിൽ പോകുന്നത്. അപ്പൊ ഞാൻ ആണുങ്ങളാണ് കടയിൽ പോകണം. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്, അമ്മയും ചേച്ചിയൊന്നും കടയിലൊന്നും പോകാറില്ല, നമ്മൾ തന്നെയാണ്. അപ്പം എനിക്കിത് മേടിക്കണം എന്നുണ്ട്. പക്ഷേ താഴേക്ക് കൊണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ചോദിക്കും. അപ്പൊ എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ. അപ്പൊ അച്ഛൻ പറയും ഇത് ഇരിപ്പുണ്ടല്ലോ മറ്റുണ്ടല്ലോ പിന്നെന്താ എനിക്ക്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്ത എനിക്ക് മറ്റേത് വേണമെന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കും. സംഭവം എനിക്ക് ഒറ്റയ്ക്ക് പോകണം. വേറെ വൈകിട്ട് പോകുമ്പോൾ മേടിക്കാൻ അത് പറ്റൂല, എനിക്ക് ഇപ്പൊ വേണം, എനിക്ക് തന്നെ പോകണം എന്നൊക്കെ. പിന്നെ ഞാൻ മറ്റേ ആത്മഹത്യ ഭീഷണിയൊക്കെ വിളിക്കാം. നമ്മുടെ വീടിൻ്റെ ഒരു പേരയുണ്ട്. ഇത് നിലത്തുനിന്ന് ഈ ഒരു ഹൈറ്റൊക്കെ ഉള്ളൂ, ഈ ഒരു ഹൈറ്റ്. അതിന്റെ മണ്ടൊക്കെ ഞാൻ ഇപ്പൊ ചാടും സമ്മതിച്ചോ ഇല്ലെങ്കിൽ ചാടും, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ നഷ്ടപ്പെടും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ. കാരണം നമ്മൾ ഈ സിനിമ കാണാൻ ശ്രദ്ധിക്കും. അമ്മ പറയണോ ചാടിക്കോ, ചാടിയാ ഉറപ്പായിട്ട് നിന്നെ അടിച്ചോ പൊട്ടിക്കോ പറഞ്ഞ വണ്ടിയായിട്ട്. അപ്പൊ ചാടാനും പറ്റൂല. എന്നിട്ട് കുറെ നേരം നിൽക്കും. അപ്പഴും പ്രഷറാ. ഇനിയിപ്പോ ഇത് ചെയ്യുന്നു പോയി ഇറങ്ങി അടിക്കും അമ്മ ഉറപ്പാ. അതേപോലെ വെള്ളത്തിൽ വീണല്ലോ മാതെ നേരത്തെ. ആ വെള്ളത്തിൽ വീണുമ്പോ ഇറങ്ങി വരുമ്പോ ആദ്യത് ചെന്ന് കഴിഞ്ഞാൽ ചത്തില്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ. പക്ഷെ അത് എനിക്ക് നനഞ്ഞൊക്കെ ഇട്ടുകൊണ്ട് എന്തായാലും പിന്നെ മറ്റേ പാത്രം ഒഴുകി പോയില്ലേ. അടുത്ത ദിവസം ചോറ് കിട്ടൊരു പാത്രം വേണ്ടേ, വീട്ടിൽ പറയാതിരിക്കാനൊന്നും പറ്റൂല. അടപ്പ് മാത്രം ഉണ്ടിട്ട് അപ്പൊ അടപ്പ് മാത്രം വീട്ടിൽ വീട്ടിൽ ചെന്ന് എന്നിട്ട് അവസാനം മനസ്സിലായി നനഞ്ഞ് പകുതി ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര ഇതായി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലാണ് അച്ഛൻ എന്നെ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ കാരണം നീന്തൽ ഭയങ്കര പഠിക്കേണ്ട ഒരു നമ്മള് ചെറുതിലെ പഠിക്കേണ്ട ഒരു സ്കില്ലില് നീന്തൽ പഠിക്കുന്ന സ്കില്ലാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറയാനുള്ള ഒരു സ്കില്ലും കൂടെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത്.
സ്പോർട്സ് കളിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്കത്. ഞാനാണെങ്കിൽ അല്ല, ഇത് സ്പോർട്സ് അല്ലടാ, ഇതൊരു സർവൈവിങ് സർവൈവൽ സ്കില്ലാണ് നീന്തിങ്. കൂട്ടുകാര് അവരുടെ പറമ്പിലൊരു അവരുടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പൊ അവന്മാര് പറയാം, അവന്മാരെ ചെറുതില് അവരുടെ അങ്കിൾമാരെല്ലാരും നീന്തല് ശനിയാഴ്ച ദിവസം പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ ഇത്തിരി ഇവരുടെ ചേട്ടന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അപ്പൊ വിനോദ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ആള് ഇത്തിരി മൃഗീയമായ രീതിയിൽ പഠിപ്പിക്കുക. ആൾക്കൊരു ക്രൂര വിനോദം അത് ഈ ചെറുതുകളെ. അപ്പൊ ഇവൻ പറയാം, ഞാൻ ശനിയാഴ്ച അവൻ പറയാം, എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ള ദിവസം സ്കൂളിൽ പഠിക്കുന്ന ശനിയാഴ്ച. ഈ 1ാം ക്ലാസ്സിലോ LKG UKG ആ പ്രായത്തിലാ പറയുന്നത്. ഞാൻ ഓടും, വീട്ടിൽ നിന്ന് ഓടി വെച്ചിട്ട് പായയുടെ ഉള്ളിലൊക്കെ കിടക്കും. ഇയാള് മറ്റേ ഏതൊരു ആശ്വാസം പറഞ്ഞവരെ വരും, അവനില്ലേ എന്ന് ചോദിച്ചിട്ട് വരും. അപ്പൊ വീട്ടുകാരും നീന്തൽ പഠിപ്പിക്കാനല്ലേ. എന്നിട്ട് ഈ മനുഷ്യൻ തപ്പി പിടിച്ച് കുട്ടികളെ കൊണ്ടുപോകും. എന്നിട്ട് ഈ അങ്കിളുമാര് കുളത്തിന്റെ 4 സൈഡിലൊക്കെ ആയിട്ട് അവര് കുളിക്ക് തന്നെയാണ്. അവിടെ നിൽക്കും, എടുത്തിട്ട് നടുക്കിലേക്ക് എറിയും. അപ്പൊ അവൻ പറയും, ജോണേ അത് നീന്തല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടി കയ്യും കാലം. അല്ല, അങ്ങനെയാണ് ശരിക്കും പഠിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ആ ഒരു ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ എടുക്കുന്നത്. എന്റെ അമ്മാവൻ അങ്ങനെയാണ്, ഭയങ്കര ടെറർ. എനിക്ക് ഭയങ്കര പേടിയാണ് പുള്ളി ഇതുപോലെ നീന്തൽ പഠിപ്പിക്കുന്ന അമ്മ ഞാൻ പഠിപ്പിക്കുക എന്റെ പറ്റ. കാരണം അമ്മാനാണ് വള്ളത്തിലൊക്കെ നടുക്കൊക്കെ കൊണ്ടിട്ട് തള്ളിയിട്ട് കളയും. അങ്ങനത്തെ സീനാണ്. എന്നിട്ട് നമ്മൾ ഈ സർവൈവൽ പരിപാടി ഇവൻ പറയാം, ഞാൻ ഈ കഷ്ടപ്പെട്ട് കൈയും കാലടിച്ച് മോളി കയറി ഈ മനുഷ്യൻ മോളി താഴ്ത്തിക്ക് ചവിട്ടുന്നു. വെള്ളത്തിൽ ആളുണ്ടാവും, ചവിട്ടി വിടും. അങ്ങനത്തെ അവിടെ നിന്ന് കൈയടിച്ച് പഠിച്ച അവന്മാര് അടിപൊളിയായിട്ട് നീന്തും. അതാ അവര് പറയാ, അത് ആ ഒരു പ്രായത്തിൽ പഠിച്ചപ്പോ അതിന്റെ പേടി അറിഞ്ഞില്ല. ഒരു 4-5 വയസ്സിൽ ഒരു നീന്താൻ പഠിച്ചിട്ടുണ്ട്. എടുത്ത് ഈ പറഞ്ഞ പോലെ വൈകിട്ട് കൊണ്ടുപോയി ഇടും, കുളത്തിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ഒന്നര വയസ്സിൽ 1.5 വയസ്സിൽ ഓവറായി പോയി. പുള്ളിക്കാരിക്ക് ഓർമ്മയില്ലാത്തതുണ്ട്. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് 3-4 വയസ്സിലാക്കി. അത് അങ്ങനെ ട്രെയിൻ പറഞ്ഞപ്പോ അത് പറഞ്ഞു പോയത്. ട്രെയിൻ ചെയ്യിക്കുമ്പോ ചിലപ്പോ ആ ഏജ് ആയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ട്. ഇവിടെ തന്നെ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ തന്നെ ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരി. അത് അവനും പറയാം, ആ പ്രായത്തിൽ പഠിച്ചെങ്കിൽ സുഖമായിട്ട് അങ്ങനെയൊക്കെ തല്ലി ചില പിള്ളേരെ അവര് തല്ലാത്തതിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നാറുണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെ കുറച്ച് ഇത് രണ്ടും ഉണ്ട്. അതായത് കുറച്ച് പേടി വേണം. പേടി, ഈവൻ ചില കാര്യങ്ങൾ പണിഷ്മെന്റ് വേണം. അതായത് ഇപ്പൊ ഭയങ്കര പ്രശ്നം, അതായത് അത് എന്താണെന്ന് ജഡ്ജ് ചെയ്യാനുള്ള സെൻസിബിലിറ്റി പേരൻസിനുണ്ടോ? അതില്ലാത്ത പേരൻസാ കൂടുതലുള്ളത്. അതാണ് എടുത്ത ഏറ്റവും വലിയ പ്രശ്നം. ഇത് അധ്യാപകർക്കും പേരൻസിന് പ്രോപ്പർ സെൻസിബിലിറ്റി ഉണ്ടാവണല്ലോ. ഇവൻ ഈ ചെയ്യുന്ന കാര്യം ഇവന്റെ ഏജിന്, ഇവന്റെ ഈ പറയുന്ന ഇതിന് ക്രൈം ആണെന്ന് കൺസിഡർ ചെയ്യണം. കുട്ടിത്തം അല്ലെങ്കിൽ അവന്റെ അറിവില്ലായ്മ എന്ന് ജഡ്ജ് ചെയ്യണം എന്നൊരു സാധനമുണ്ട്. ഇതില്ലാതെ എല്ലാത്തിനും ഒരൊറ്റ അച്ഛല ഇവർക്ക് എന്ത് വന്നാലും ചടാപട അടിക്കുക, പിന്നെ നീ നന്നാവത്തില്ലെന്ന് പറയുക, ഇതോടെ നിന്റെ ജീവിതം തീർന്നു പറയുക. ഇങ്ങനെ പേടിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഐറ്റം. ഇതല്ലാതെ ഓരോന്നിനെയും കണ്ട് അതിന്റെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധനം ഇവർക്ക് അറിയത്തില്ല. ഇവർക്ക് ഒറ്റ സാധനം അറിയത്തുള്ളൂ. അതാണ് പ്രോപ്പർ അല്ലാത്ത പേരന്റിങ്. മറ്റേത് എനിക്ക് ആക്ച്വലി 2 ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അമ്മ ഭയങ്കര ടെററായിരുന്നു ആ സമയത്ത് മാത്രം. അമ്മയാണ് ആക്ച്വലി ഭയങ്കര പാവം. പക്ഷെ അപ്പം എന്താന്ന് പറഞ്ഞാൽ അമ്മ വീടിന് ചുറ്റുമൊക്കെ 8 റൗണ്ട് വരെ ഓടിക്കും. കാരണം അമ്മ അവസാനം ലാസ്റ്റ് എന്നെ മടലിനൊക്കെ കാലിലിട്ട് എറിഞ്ഞിട്ട് ഇത് ഉടക്കിയിട്ട് ഞാൻ മറ്റേ വീഴും. എന്നിട്ട് ഞാൻ പിന്നെ അമ്മ അടുത്തെത്തിയല്ലോ, ഇനി ഒരു രക്ഷയില്ല. കാരണം അമ്മയ്ക്ക് വാശിയാ. എറിഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എറിഞ്ഞിട്ടിട്ട് ഞാൻ അവിടെ കിടക്കുമ്പോ ഞാൻ പറഞ്ഞു, അമ്മയാണ് ഒരു തമിഴത്ത് പറ്റി എറിഞ്ഞൊക്കെയാണ് ഇടുന്നത്. ഇല്ല, അച്ഛനങ്ങനെ വരില്ല, അച്ഛൻ ഇടപെടാറില്ല. ഇപ്പോഴും ഞാനും ചേച്ചിയൊക്കെ വഴക്കുണ്ടാക്കിയാലൊന്നും അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. കുറേ നേരമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അച്ഛൻ എന്ത് തോന്നും, 1/2 മണിക്കൂർ അല്ലെങ്കിൽ അച്ഛൻ വെച്ചിട്ട്. അല്ലാതെ അച്ഛൻ ഇടപെടാൻ അല്ലെന്ന് വെച്ചാൽ അത് ഇടപെടാത്തത് നമ്മൾ തന്നെ മനസ്സിലാക്കി നിർത്തും ആ ഒരു സാധനം. അമ്മ എറിഞ്ഞിട്ട് വീണിട്ട് അമ്മയ്ക്ക് ഒരു വിഷമില്ല, അമ്മയ്ക്ക് എല്ലാവരും സ്റ്റൈൽ അടിച്ചോ കൊല്ലി എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അമ്മ പറയും ഇത്തോടത്തേക്ക് വിട്ടേക്കുന്ന പറഞ്ഞ് തിരിച്ചറിയാം എന്ത് പരിപാടി ഇനിയും ചെയ്യും, ചിലപ്പോൾ ഇനിയും ചെയ്തെടുക്കും. നമ്മൾ പിള്ളേരെ ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പറയാൻ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം പിന്നെ പഠിക്കാൻ തുടങ്ങും. പിന്നെ 15 കാലം പിടിച്ചാൽ ശരി അടിച്ച് ശരിയാ. പക്ഷെ അതുകൊണ്ട് കുറേയൊക്കെ ഇതുപോലെ നമ്മൾ തെറി വിളിക്കും, മറ്റേ അമ്മ മൂക്കിനിട്ടോ താക്കിനിട്ടൊക്കെ തട്ടുകയൊക്കെ ചെയ്യും. കാന്താരി തേക്കും എന്നൊക്കെ പറയും. പേടിപ്പിക്കത്തേ ഉള്ളൂ, ചെയ്യൂല. അങ്ങനെ ചെയ്യാറുണ്ട്. ഗുഡ് കോപ്പ് ബാഡ് കോപ്പ്. പക്ഷെ അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല. തിരിച്ചറിയാം നല്ലത്. അതായത് എല്ലാത്തിനും മിക്സ് ഓഫ് ആവശ്യത്തിന് തോതിൽ എല്ലാം വേണം. വഴക്കും അടിയും ഒക്കെ വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലത് കിട്ടിയാൽ നന്നാകത്തുള്ളൂ. ഇങ്ങനെ തെറി വിളിക്കാം, ഞാൻ നന്നായിട്ട് തെറി. ഞാൻ അന്ന് അത്രയും പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ പിറപ്പ് കാണിച്ചെന്ന് അച്ഛൻ എന്നെ കസേര കെട്ടിയിട്ട് തോർത്തുണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ. അച്ഛൻ പറമ്പിലൊന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ കുറേ നേരം ആയപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ ഇരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ പോകാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇരിക്കണം, ഞാൻ ഇരിക്കും പറഞ്ഞിട്ടിരുന്നിട്ട് അച്ഛൻ തോർത്തൊക്കെ ഒരു കൈ പെട്ടെന്ന് കെട്ടി മറ്റേത് പിടിച്ച് കെട്ടിയിട്ട് കുറച്ച് നേരം പിടിച്ചതോളാം.
ഇതെന്തൊരു ക്രൂര, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അച്ഛൻ. കാരണം അടിച്ചിട്ടില്ല എന്നെ, മറ്റേ എടോ താന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ അച്ഛനെ അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ എടാ നീ എന്നൊന്നും വിളിക്കാമല്ലോ, അങ്ങനെ വിളിച്ചത് എനിക്ക് വിഷമമാണ്. നമ്മൾ അത്ര ബോണ്ടഡ് ആണ്. എന്നിട്ട് കസേരയിലേക്ക് ഇട്ട് ഇതെന്തൊരു വേണ്ട, ഇയാളെ ഡാർക്ക് ആക്കണ്ട. പക്ഷെ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ചേച്ചി ഒരു തവണ കൊലാഞ്ചിലാണ്ട് വെച്ച് അടിച്ചിട്ടുണ്ട്, ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്തിട്ട്. അല്ലാതെ കിഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനം നോക്കി അറിഞ്ഞു കൊടുക്കുക. ഇപ്പൊ ചില കുട്ടികൾക്ക് ട്രോമ ഉണ്ടാകുമെന്ന് പറയുന്നതാണല്ലോ. അപ്പൊ അവർക്ക് അത് ആ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് സാധനം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് നോക്കി ഇപ്പൊ നമ്മുടെ പ്രായത്തിലും നമുക്ക് കിട്ടിയ സാധനം ചിലപ്പോൾ വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതൊരു ജഡ്ജിങ് പേരന്റിനും ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കണം. ഇപ്പൊ കാന്താരി തേക്കാന്ന് പറയും സാധാരണ. ഈ ഒരു ഇത്രയും കാലം സ്കൂളിൽ പഠിച്ചിട്ടോ കോളേജിൽ പഠിച്ചിട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു 1 2 നല്ല ടീച്ചർമാര് ഞാനിത് പറഞ്ഞ ടീച്ചർമാർക്ക് വിഷമമാണ്. ഞാനൊന്നും ഇല്ല, എന്നെ ഞാൻ ഹൈസ്കൂൾ വരെ എനിക്ക് അടി കിട്ടിയിട്ടില്ല. ഇവരുടെ കുറച്ച് ഫ്രസ്ട്രേഷൻ നമ്മുടെ തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. അല്ല, അവര് മനുഷ്യന്മാരല്ലേ, അതാണ് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ടീച്ചർമാരല്ല, ഞാൻ മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും കുറവുകളും നമ്മള്. പക്ഷെ അവരൊരു വേറെ ഒരു പെഡസ്റ്റലിൽ വെക്കാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ശരിക്കും അല്ല, എനിക്കും ഈ പറഞ്ഞ അച്ഛനും എനിക്ക് അത്യാവശ്യം കിട്ടിയേക്കും നല്ല പേരന്റിങ് ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളും ആ ഒരു പ്യൂർലി അവരുടെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്നോട് നമ്മളോട് പറയും മറ്റേ ഒരിക്കലും അധ്യാപകരെ വെറുപ്പിക്കരുത്, അവരെ പിണക്കി കഴിഞ്ഞാൽ അല്ല ആ ഒരു സാധനം ചെയ്യുന്ന ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല അങ്ങനെയുള്ളൊരു. അപ്പം നമ്മളും വിചാരിക്കുന്ന, നമ്മളും കേൾക്കുന്നു മാതാ പിതാ ഗുരു ഈശ്വരോ, ഇത് മറ്റേ ഗുരു ആ കോൺസെപ്റ്റ് ഞാൻ ചേർക്കട്ടെ ഗുരു നടുക്ക് എഴുതി വെച്ചിട്ട് ഇത് ഇപ്പറ മാതാ എന്തെങ്കിലും അങ്ങനെ ഇട്ടായിരിക്കും. അപ്പൊ അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർ ഇപ്പൊ മോശം സ്വഭാവമുള്ള ഒരാൾ പഠിച്ച് ഇതാക്കി കഴിഞ്ഞാൽ സാറാവാലോ. അതുകൊണ്ട് നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യണം എന്നില്ലല്ലോ. ഇപ്പൊ പള്ളിയിലച്ചന്മാരെ റേപ്പ് ചെയ്യുന്നു, നമ്മളപ്പോ പള്ളിയിലച്ചനാണെന്ന് പറഞ്ഞിട്ട് അയ്യോ അത് പൊസിഷൻ അല്ല ശരിക്കും ആൾക്കാരുടെ ഒരു താല്പര്യം ഇല്ലാതെയാണ് ഈ ജോലിയിലോട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ, എസ്പെഷ്യലി പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി ഒക്കെ വളരെ കുറവും ഗ്രോത്ത് ഇല്ലാത്ത. നമ്മുടെ എനിക്ക് കേരളത്തിൽ മാത്രമേ മറ്റേ തറുതല പറയുന്നു എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു കാര്യത്തിൽ പോയിട്ട് സംസാരിച്ച തർക്കുത്തരം പറയുന്നു, തറുതല പറയുന്ന സാധനം പ്രശ്നമാണ്. ഒരു വാലിഡ് പോയിന്റ് റേസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് അതിനെ നമ്മളെ പിടിച്ച തെറ്റിൽ നമ്മളൊരു സാധനം പറയുമ്പോൾ ഇവര് നീ അങ്ങനെ ചെയ്തു, അതാണ് ഇറിറ്റേറ്റഡ് ആക്കുന്നത്, അതിനെ അടിക്കുന്നത്, അതാ കലിപ്പാ ബേസിക്കലി. അത് ഭയങ്കര. അപ്പൊ അവരല്ലേ ശരിക്കും പിള്ളേര്. ഏത് ഇല്ല, എല്ലാവരും പിള്ളേരുകളാണെന്നുള്ളൊരു നമ്മളൊരു അഡൽട്ട് ഒന്ന് ഫേക്ക് ചെയ്യുന്ന കുറെ പിള്ളേർ മനുഷ്യന്റെ ഉള്ളിൽ മറ്റേ കിഡ് കിടപ്പുണ്ട്. മനുഷ്യൻ ബേസിക്കലി കിഡ് തന്നെയാണ്. ആ വാശിയുള്ള, ഈഗോ ഉള്ള, വഴക്കുണ്ടാക്കുന്ന മണ്ടനായിട്ടുള്ള കിഡ് കിടപ്പുണ്ട്. എന്ത് അബദ്ധവും ചെയ്യാം. നാളെ ഞങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും, ഇന്ന് ചോദിച്ചവരെ ചോദിക്കാം, ബ്രേക്ക് വേണമെങ്കിൽ നമ്മൾ ക്യാമറ സ്റ്റോപ്പ് ചെയ്ത് നീ ഇറക്കി വിടും. കാറിൽ കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് എന്റെ കിഡ് പുറത്തു വന്നു. കോഡ് വേട കിഡ് പുറത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിന്റെ കിഡ് ഇനി പുറത്തു വരാതിരിക്കട്ടെ. ദീപക് എല്ലാ കുട്ടിക്കാലം കഥ കഴിഞ്ഞു, എല്ലാവരും അത്യാവശ്യം പറയാനുള്ള കഥകൾ കഴിഞ്ഞു. എനിക്ക് ഈ തെറിയുടെ കാര്യം പോയിന്റ്. ഇവൻ ഈ തെറി പറഞ്ഞ കുട്ടികളുടെ വായിൽ ഇങ്ങനെ കാന്താരി ഉടക്കി തട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഈ തട്ട് അതിജീവിച്ചു. അതാ തട്ടിയിട്ട് അതിന്റെ തെറി നിൽക്കുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി. പുതിയ തെറി പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ എന്റെ അപ്പനും ചികിത്സിച്ചിട്ട് മാറാത്ത സാധനം നിങ്ങളിപ്പോ ടെറർ അമ്മാവനുണ്ടല്ലോ, നമുക്ക് നമ്മളെ സൈക്കോ അമ്മാവൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരെയും പേടിപ്പിക്കുന്ന, അനന്തരമാരെ മൊത്തം പേടിപ്പിക്കുന്ന അമ്മാവൻ. അപ്പൊ അമ്മയുടെ വീട്ടിൽ ഇപ്പൊ പുള്ളിക്കാരനാണ് മര്യാദ പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു തവണ ഒരു തെറി പറഞ്ഞതിന് പുള്ളിക്കാരൻ എന്നെ ഓടി ഒന്ന് അടിച്ചു. അടിച്ചിട്ട് പട്ടിന്ന് പറയൂടാ. അപ്പൊ ഞാൻ നീ പറയൂ പുള്ളി ഓരോ അടിക്കും ഞാൻ ഈ തെറിയുടെ ഗ്രേഡ് കൂട്ടാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നാട്ടുകാരെ കൂടി. അപ്പൊ വീടിന്റെ മുറ്റത്തടിക്കും അപ്പുറം അതാ പുള്ളിക്ക് നാണക്കേട്. പുള്ളി അടിക്കുന്ന അനുസരിച്ച് പുള്ളിക്ക് ഈഗോ ആയിപ്പോയി. അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല, ഞാൻ ഗ്രേഡ് കൂട്ടാനും തുടങ്ങി. അപ്പൊ അവരൊക്കെ ഞാൻ നിർത്തലാ, ഈ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്ന അമ്മയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്. അവരിപ്പോഴും അത് പറയുമോ, അന്ന് ഞാൻ വിളിച്ച തെറിയുടെ എണ്ണം ഞാൻ കരയുവാ. പുള്ളി അടിച്ചിട്ട് പുള്ളി ചിരിച്ചു. പുള്ളി അടിച്ചു. ഞങ്ങളുടെ വീട്ടില് എന്റെ ഒരു കസിൻ ഉണ്ട്. നമ്മളൊക്കെ കസിൻ എന്ന് പറഞ്ഞ എന്റെ ആന്റിയുടെ മോൻ, ഏറ്റവും ഇളയ ആന്റിയുടെ മോനാണ്. അപ്പൊ നമ്മള്
ഞാനൊക്കെ ഒരു 7-8 പഠിക്കുമ്പോ ഇവന് എടുത്തൊന്നൊക്കെ നടന്നിട്ടുണ്ട് ചെറിയ പയ്യനെ. അപ്പൊ കുറെ കാലൊക്കെ കഴിഞ്ഞപ്പോ ഇവന് അത്യാവശ്യം നമ്മൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ മുമ്പ് ഫീൽഡ് ചെയ്യാൻ മാത്രമായിട്ടൊക്കെ കൊണ്ടു. ഇപ്പൊ ബാറ്റിംഗ് കിട്ടും, ഇപ്പൊ ബോളിംഗ് കിട്ടും. ആ മൂലക്കിലെ എവിടെയെങ്കിലൊക്കെ നിർത്തും, വൈകുന്നേരം നമ്മളെ പ്രാകും, അങ്ങനത്തെ ഒരു ഇതില് വരാണ്. അപ്പൊ ഇവനായിട്ട് എന്തൊരു പ്രശ്നത്തിന് ഇവൻ പറഞ്ഞ കാര്യം നമ്മളിങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ എന്റെ ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഭയഭക്തി ബഹുമാനത്തിൽ അവന്റെ അടുത്ത് എന്തായാലും ദേഷ്യപ്പെട്ട് ആദ്യം ഇതൊന്നും പറയില്ല. അപ്പൊ ഇവനെ കുറെ ആയിട്ട് നമ്മൾ ചൊറിഞ്ഞു. അപ്പൊ ചേട്ടനുണ്ടായിരുന്നു അതില്. അപ്പൊ ഇവർക്ക് അറിയാൻ തുടങ്ങി, വിതുമ്പിക്ക് അറിയണം, ആകെ വിഷമം കൊണ്ടാണ് കരയണത്. അപ്പൊ നമ്മൾ ഇതിന് വീണ്ടും ചൊറിഞ്ഞടങ്ങി. സീനിയേഴ്സ് ആണല്ലോ. അപ്പൊ ഇവൻ കരഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പുറത്തെണ്ടി ചേട്ടനേട്ടാ. അപ്പൊ നമ്മള് നീ തെണ്ടി പോറടാ. വീണ്ടും കുറെ പേര് ചൊറിഞ്ഞടങ്ങി. അത് കഴിഞ്ഞപ്പോ തെണ്ടി പട്ടി. അത് കഴിഞ്ഞപ്പോ ഇവന് മനസ്സിലായി, ഇവന്റെ ഉള്ളിലത്തെ ഓരോ ഗ്രേഡ് സാധനം ഇറക്കി നോക്കാം ഇവന് വേണ്ടി വിജയിക്കാന്ന് വെച്ചു. തെണ്ടി പട്ടി ഫ്ലോപ്പായി. അത് കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ ഉളക്കൂ. അതിന് ഞങ്ങളല്ല, എന്റെ അമ്മയുണ്ട്, എല്ലാരും ഈ ചെറിയ തെണ്ടി പട്ടി നമ്മള് ചിരിച്ച് തമാശയിലിട്ട് മൂന്നാമത്തെ സ്ഥാനത്ത് അടിച്ചൊഴുകി എല്ലാരും. അപ്പൊ എന്റെ അമ്മാവൻ അന്ന് അടിച്ച് പുള്ളി ചിരിച്ച് തോറ്റല്ലോ. അപ്പൊ എനിക്കിത് സംഭവം, അതായത് എന്റെ തെറിവിളി അംഗീകരിച്ചു കുടുംബത്തിൽ. അത് എല്ലാവരും ചിരിക്കുന്നത് ഞാൻ കണ്ടു. കാരണം ഇവ അമ്മാവനെ തെറിവിളിച്ച് തോപ്പിച്ചോണ്ട് ബാക്കി എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഇത് എപ്പോഴാണ് നിന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗ്രേഡ് കൂട്ടി പഠിച്ചിട്ട് മറ്റേ ആ വര താ ഇതൊക്കെ ഞാൻ പഠിച്ചു. സംഭവം ഇതൊക്കെ കിട്ടിയല്ലോ. ഇത് കിട്ടിയത് എവിടെയും യൂസ് ചെയ്യണമല്ലോ. ഒരു ദിവസം അപ്പന്റെ മടിയിൽ ഇരുന്ന് അപ്പനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. അപ്പൊ അപ്പനെ എടുക്കാൻ പറ്റി ഇതിന്റെ വിളിക്കാറുണ്ട്. അപ്പൊ എന്തോ വന്നിട്ട് ഒരു വഴക്കിന്റെ ഒരു മോഡല് ഞാൻ ഈ പട്ടി തന്നെ മാറ്റി അപ്പനെ ആ പാ താപ്പു എല്ലാം വിളിച്ചു. അടുക്കളയിൽ നിന്ന് അമ്മ അത് കേട്ടു. മിന്നായം പോലെ പോഞ്ഞു വന്നിട്ട് എന്നെ തകർത്ത് കളഞ്ഞു പുള്ളിക്കാരി. നല്ല അടിച്ച് കിടില അടി അടിച്ച്. അതിലാണ് ഞാൻ തെരുവിളി നിർത്തിയത്. അച്ഛനൊക്കെ നോക്കി നിൽക്കാതെ നല്ല കിടിലടി അടിച്ചു. എനിക്ക് എന്റെ അല്ല അത് കഴിഞ്ഞിട്ട് അപ്പനുള്ളത് അമ്മയുടെ കേട്ടോ നിങ്ങൾ അല്ല വൈകിട്ടായിട്ട് ഞാൻ തെറി വിളിക്കുന്നത് നിർത്തിയത് ആ അടിയില്ല സത്യത്തിൽ. ഞാനിതിൽ എങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി പറയണത് കേട്ടിട്ടില്ല. ആരാ അടിയുടെ എഫക്റ്റ് ആണ്. ചിലപ്പോ ആടിയുടെ എഫക്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അന്നേ ലെവലില് എനിക്ക് എന്റെ സ്കൂളിലെ പിള്ളേരെയൊക്കെ ഞാൻ തെറി പഠിപ്പിച്ചോണ്ടിരുന്നു. പക്ഷെ ആ ലെവലിൽ എനിക്ക് അന്ന് എല്ലാ തെറി അറിയാമായിരുന്നു. ഞാൻ തായൊക്കെ അന്നേ പറയുക തെറി ഈ പറയുന്ന പോലെ ഭയങ്കര തെറ്റാണ് ആ ഒരു സാധനം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും പോയി ഉപയോഗിക്കണം. നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മളൊരു 7-8 ആയപ്പോഴത്തേക്കും ക്ലാസ്സിൽ പിന്നെ അങ്ങോട്ട് പേരൊന്നുമില്ല, തെറി തന്നെ തെറി. രാവിലെ അവിടെ തൊട്ട് തുടങ്ങും. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഈ 7ാം ക്ലാസ്സിൽ ഈ സാധനം നമ്മുടെ സ്കൂളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അതായത് കൂട്ടുകാരി പറഞ്ഞ പോലെ അതെ വിളിക്കുള്ളൂ, അങ്ങനത്തെ ലെവലിൽ ഈ സാധനം ഉപയോഗിച്ചു തുടങ്ങി. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൺട്രോൾ ചെയ്യണം. അതാണ് ഈ എന്ത് സാധനം വന്നാലും 7ാം ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് മോഡൽ ബോക്സിലേക്ക് കൊണ്ടാക്കി 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർ നമ്മളിതൊന്നും പ്രതീക്ഷിക്കണേ ഇല്ല. എനിക്ക് തോന്നുന്നു തെറിയെ പറ്റി ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. തെറി ഒരു വലിയ ടോപ്പിക്കാണ്. ചിലപ്പോ ഇപ്പൊ പിള്ളേരെ നോക്കുമല്ലോ, ഇപ്പൊ എന്റെ നെഫ്യൂ ഒക്കെ അവര് എനിക്ക് അറിയില്ല തെറി കറക്റ്റ് പിക്കപ്പ് ചെയ്യാം, നമ്മൾ അറിയാൻ സംസാരിക്കും. അവര് ഇരുത്തിട്ട് അമ്മ അപ്പൊ അച്ഛൻ ഒന്നും പറയില്ല, മൈരൻ ആ സാധനം മാത്രം. അതോടായിരിക്കും തെറി അത്രയും പോപ്പുലർ വരുന്നത്, പറയാൻ എളുപ്പമുള്ളതുകൊണ്ടായിരിക്കും. അതിന് ഫണ്ണും ഉണ്ടെന്ന് തോന്നുന്നു, ചെറുപ്പത്തിലെ പിടിക്കുന്നു നമ്മൾ കറക്റ്റ് ആയിട്ട്. എന്ത് പറഞ്ഞാലും പിന്നെ ഇവിടെ വെറുതെ പറഞ്ഞു നടക്കുന്നു. പിന്നെ ആ സാധനം പോവില്ല, വീട്ടുകാർക്ക് നാളെ കേടായിരിക്കും. എനിക്ക് നമ്മള് തെറിയെ പറ്റി എനിക്ക് ഡീറ്റെയിൽ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ആൾക്കാർ കമന്റ് ചെയ്യും. നമ്മുടെ തെറിക്കഥയിൽ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തെറി കമന്റ് ചെയ്യും. ആകെ തെറി പഠിച്ച തെറി കമന്റ് ചെയ്യട്ടെ, രസമല്ലേ? സോ നമുക്ക് തെറിയെ പറ്റി ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് സ്റ്റോറിയിലെ ഏകദേശം ആ കുട്ടിക്കാലത്ത് അല്ലല്ല കുഴച്ചു ചൈൽഡ്ഹുഡും കുറച്ച് ഹൈസ്കൂളും കയറി വന്നു. 4-5 എപ്പിസോഡായപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. കുഴപ്പമില്ല, ഒരു കഥയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതല്ല, അതുകൊണ്ടാണ് ബ്രാഞ്ച് ചെയ്ത് പോകുന്നത്. എന്തായാലും എല്ലാവരുടെയും ഉള്ളിലെ മരത്തിന്റെ ബ്രാഞ്ച് ഇപ്പോഴും അത് കിടക്കുക. അപ്പോൾ ആ കുട്ടി ആ മരത്തിന്റെ ചുവട്ടിൽ കുട്ടി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ കുട്ടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ലതാണ്. ദീപകിന്റെ കിഡ് മാത്രം അവിടെ ഇരുന്നോട്ടെ, പുറത്ത് വരണ്ട. എന്റെ കിഡ് പുറത്ത് വരുന്ന കുഴപ്പമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ
നല്ല പേരൻസും നല്ല ടീച്ചേഴ്സും ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് തിരിച്ചാണോ ഫോണിൽ കാണുന്നവരൊക്കെ നല്ല കുട്ടിക്കാലം ഉണ്ടാവട്ടെ എന്ന്? അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല കുട്ടിക്കാലം ഉണ്ടാവട്ടെ എന്നാൽ ഇതുവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അടുത്ത episode ൽ നല്ല പേരൻസും ടീച്ചേഴ്സും ഉണ്ടാകുമ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് നല്ല കുട്ടിക്കാലം ഉണ്ടാവുമല്ലോ. അങ്ങനെ. അതുണ്ടാവട്ടെ. And എല്ലാവരുടെ ഉള്ളിലുള്ള കിഡ് അതിനെ നർച്ചർ ചെയ്യുക. ബി ഹാപ്പി വിത്ത് ദാറ്റ് കിഡ്. നിങ്ങൾക്ക് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഏതെങ്കിലും വിഷയം ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ Comment കമന്റ് ചെയ്യുക. ഞങ്ങൾ ആ വിഷയം ഡിസ്കസ് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ പറയുന്നു. നമ്മൾ പഠിച്ചിട്ട് പറയാം. നമ്മൾ പഠിച്ചിട്ട് പറയുന്നത് കുറെ പേർക്ക് പരാതിയുണ്ട്. പഠിച്ചിട്ടാണോ പറയുന്നത്? അല്ല, നമ്മൾ പഠിച്ചിട്ട് പറയണമെന്ന് കുറെ പേർക്ക് പരാതിയുണ്ട്. അത് നമ്മുടെ മാനേജറിനല്ലേ. അതൊന്ന് ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ 7ാം ക്ലാസ്സിലായിട്ട് നിക്കറെ ഇടരുതെന്ന് പഠിക്കാത്ത ഇയാളെ എന്ത് പഠിപ്പിക്കാൻ? അപ്പൊ